Good afternoon. Good afternoon, Miss. Okay, good afternoon. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? സുഖാണ് മിസ്. ഫുഡ് കഴിച്ചോ? ആണോ? കഴിച്ചു. നിങ്ങൾ കഴിച്ചോ? ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും? കഴിച്ചു മിസ്. കഴിച്ചോ? ഓക്കെ ഫാത്തിമ, ഗുഡ് ആഫ്റ്റർനൂൺ. തുടങ്ങിയാലോ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് മെറ്റീരിയൽ മാനേജ്മെന്റിന് ഇങ്ങനെ പിടിച്ചു തൂങ്ങി നിൽക്കുകയാണ് അല്ലെ? വലിയൊരു ചാപ്റ്റർ ആണ്, അതൊക്കെ പോകുന്നുള്ളൂ അല്ലെ? കുറച്ച് വലിയ ചാപ്റ്റർ ആണ് കേട്ടോ. അതിന്റെ ഒരു ബോറിംഗ് ഒക്കെ തോന്നുമായിരിക്കും നിങ്ങൾക്ക്. കുഴപ്പമില്ല, പഠിക്കണ്ടേ നമുക്ക്. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ലീസിങ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ? അതായത് ഇങ്ങനെയൊക്കെ ഒരു ഓർഗനൈസേഷൻസിന് എക്യുപ്മെന്റുകൾ ലഭിക്കാം അല്ലെ? എക്യുപ്മെന്റ് അല്ലെങ്കിൽ മെറ്റീരിയൽസുകൾ ഏതൊക്കെ രീതിയിൽ ലഭിക്കാം എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ? അപ്പൊ നമ്മൾ പറഞ്ഞു പർച്ചേസിങ് ന്യൂ എക്യുപ്മെന്റ്സ് അല്ലെ? നമ്മൾ എന്ത് ചെയ്യാം? ഒന്നിനും പുതിയ ഐറ്റംസുകൾ നമ്മൾ പർച്ചേസ് ചെയ്യാം അല്ലെ? പൈസ കൊടുത്ത് നമ്മൾ പർച്ചേസ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞു സെക്കൻഡ് ഹാൻഡ് ഡീലേഴ്സിൽ നിന്നും സാധനങ്ങൾ വാങ്ങാം. മൂന്നാമതൊരു ഓപ്ഷൻ നമ്മൾ പറഞ്ഞത് ബൈ ലീസിങ് ആണ് അല്ലെ? പാട്ടത്തിന് എടുക്കാം അല്ലെ? അപ്പൊ നമ്മള് ഈ പറയുന്ന ഓരോന്നിനും അതിൻ്റെതായ അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ലീസിങ് വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് കേട്ടോ. ഓക്കെ, ലീസിങ് വരെ. ഓക്കെ, അപ്പൊ ലീസിങ് എന്താണ്? പാട്ടത്തിന് എടുക്കാന്നാണ് അല്ലെ? പാട്ടത്തിന് എടുക്കാന്ന് പറയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? റൈറ്റ് ടു ഹാൻഡിൽ ആൻ എക്യുപ്മെന്റ് ദാറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ സമ്മൺ എൽസ് അല്ലെ? അതായത് നമ്മളൊരു എക്യുപ്മെന്റ് ഹാൻഡിൽ ചെയ്യാനുള്ള, കൈകാര്യം ചെയ്യാനുള്ള ആ ഒരു അവകാശം നമ്മൾ മറ്റൊരാളിലേക്ക് കൈമാറുകയാണ് അല്ലെ? ആർക്ക് ചേഞ്ച് വരുന്നില്ല? ഓണർക്ക് ചേഞ്ച് വരുന്നില്ല. ഉടമസ്ഥൻ ഇവിടെ മാറുന്നുണ്ടോ? ഇല്ല. ഉടമസ്ഥൻ എന്ത് ചെയ്യാണ്? ആ ഒരു എക്യുപ്മെന്റ് ഹാൻഡിൽ ചെയ്യാനുള്ള റൈറ്റ്, അവകാശം മറ്റൊരാളിലേക്ക് നമ്മൾ കൈമാറാണ് അല്ലെ? അതിനെയാണ് നമ്മൾ ലീസിങ് എന്ന് പറയുന്നത് അല്ലെ? പാട്ടത്തിന് എടുക്കുക. പിന്നെ രണ്ട് ടേമുകൾ നമ്മൾക്കറിയാം. ലെസ്സർ ആരാണ്, ലെസ്സി ആരാണ് അല്ലെ? ലെസ്സർ എന്ന് പറഞ്ഞാൽ പാട്ടത്തിന് കൊടുക്കുന്ന വ്യക്തിയാണ് കേട്ടോ. അയ്യോ, ഓൾ മ്യൂട്ട് ആക്കാം കേട്ടോ. ഓക്കെ, ഫാത്തിമ ഓൾ മ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓർമ്മിപ്പിച്ചെന്നായിരുന്നു, മറന്നു പോവായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ലെസ്സർ എന്ന് പറഞ്ഞാല് പാട്ടത്തിന് കൊടുക്കുന്ന വ്യക്തിയാണ്. ലെസ്സി എന്ന് പറയുമ്പോൾ പാട്ടത്തിന് സാധനങ്ങൾ എടുക്കുന്ന വ്യക്തി. ആ രണ്ട് ടേമുകളൊക്കെ നിങ്ങൾക്ക് അറിയാം. പിന്നെ നമ്മൾ പറഞ്ഞത് പാട്ടത്തിന് എടുക്കുന്നതിന്റെ കാരണങ്ങൾ. എന്തുകൊണ്ടാണ് നമുക്കൊരു എക്യുപ്മെന്റ് പാട്ടത്തിന് എടുക്കേണ്ടതായിട്ട് വരുന്നത്? നമ്മൾ കുറച്ച് പോയിന്റുകൾ പറഞ്ഞു അല്ലെ? ഡ്യൂ ടു ലാക്ക് ഓഫ് ഫണ്ട്. ഒന്ന് ഫണ്ട് കുറവായതുകൊണ്ട്, നമുക്കൊരു പുതിയ എക്യുപ്മെന്റ് വാങ്ങാൻ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? പാട്ടത്തിന് എടുക്കേണ്ടതായിട്ട് വരും അല്ലെ? ഓക്കെ, അപ്പൊ എന്താണ്? ഡ്യൂ ടു ലാക്ക് ഓഫ് ഫണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ഫോർ ഡൂയിങ് എക്സ്പീരിമെന്റ്സ്. എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള പരീക്ഷണങ്ങൾ ചെയ്യാനായിട്ട്, എന്നുവെച്ചാൽ ഒരു പരീക്ഷണാർത്ഥം. നമ്മളിപ്പോ ഒരു എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പുതിയൊരു സാധനം വാങ്ങിച്ച് ഉപയോഗിക്കില്ല അല്ലെ? കാരണം എന്തെങ്കിലും എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും കേടുപാടുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നഷ്ടമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പാട്ടത്തിന് എടുക്കും. അപ്പൊ അത് മറ്റൊരു റീസൺ. പിന്നെ നമ്മൾ പറഞ്ഞു ഡ്യൂറേഷൻ ഫോർ ദ എക്യുപ്മെന്റ് ഇസ് നീഡഡ്. ആ ഒരു എക്യുപ്മെന്റ് എന്താ പറയാ, ആവശ്യമായിട്ടുള്ള കാലയളവ് അല്ലെ? പിന്നെ നമുക്കൊരു കുറഞ്ഞൊരു കാലയളവിലേക്ക് മാത്രമേ നമുക്ക് എക്യുപ്മെന്റ് ആവശ്യമുള്ളെങ്കിൽ നമ്മൾ പിന്നെ പൈസ മുടക്കി പുതിയത് വാങ്ങിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്താൽ മതി? പാട്ടത്തിന് എടുത്താൽ മതി. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്? ടു അവോയ്ഡ് ദ ഹ്യൂജ് ലീഡ് ടൈം അല്ലെ? ലീഡ് ടൈം അവോയ്ഡ്. ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ടൈം ടേക്സ് ടു അക്വയർ ആൻ എക്യുപ്മെന്റ് അല്ലെ? നമുക്കൊരു എക്യുപ്മെന്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമയം അല്ലെ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലീഡ് ടൈം എന്ന് പറയുന്നത്. നമ്മൾ പാട്ടത്തിന് എടുക്കുമ്പോൾ നമുക്ക് വലിയൊരു ലീഡ് ടൈം ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് സാധനങ്ങൾ കിട്ടും അല്ലെ? അതേസമയം നമ്മൾ പുതിയതൊരെണ്ണം ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം കാത്തിരിക്കേണ്ടി വരും അല്ലെ? ലീഡ് ടൈം കൂടുതലായിരിക്കും. അപ്പൊ പാട്ടത്തിന് എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലീഡ് ടൈം കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് നമുക്ക് പാട്ടത്തിന് മാത്രമേ എടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉള്ളെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ലീസിന് എടുക്കണം. ഇതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ലീസിന് എടുക്കുന്നത് കേട്ടോ. ഇവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് കേട്ടോ. അത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്
അഡ്വാൻറ്റേജസ് ഓഫ് ലീസിംഗ് ആണ് കേട്ടോ. ഈ പാട്ടത്തിന് എടുക്കുന്നത് കൊണ്ട് എന്തൊക്കെ അഡ്വാൻറ്റേജസുകളാണ് ഉള്ളത്? അതിന്റെ ബെനിഫിറ്റുകളാണ്. പാട്ടത്തിന് എടുക്കുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസുകളാണ്, ബെനിഫിറ്റുകളാണ് ഉള്ളത് കേട്ടോ. അപ്പൊ അത് വായിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ 2 ടേമുകൾ പരിചയപ്പെടണം. ഓക്കെ, 2 ടേമുകൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് വായിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കാര്യം മനസ്സിലാവും കേട്ടോ. ഒന്നാമത്തെ ടേമാണ് ഔട്ട്ലേ. അണ്ടർലൈൻ ചെയ്ത് വെക്കേണ്ട, ഇമ്പോർട്ടന്റ് ആണ്. ഔട്ട്ലേ എന്താണ്? ഔട്ട്ലേ എന്ന് പറഞ്ഞാല് an amount of money spent on something. എന്താണ്? an amount of money spent on something. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു വസ്തുവിന് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുന്ന ആ ഒരു പണം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഔട്ട്ലേ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പറയാം it is an amount of money spent on something. അല്ലെങ്കിൽ എന്ത് പറയാം? amount of money invested in something. നമ്മൾ എന്തെങ്കിലും കാര്യം വാങ്ങുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിലേക്കായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതോ ചെലവാക്കുന്നതോ ആയിട്ടുള്ള ആ ഒരു പണം, എമൗണ്ട് ഓഫ് മണിനെയാണ് നമ്മൾ ഔട്ട്ലേ എന്ന് പറയുന്നത്. ഇനി എവിടെയെങ്കിലും ഔട്ട്ലേ എന്ന് കേൾക്കുമ്പോൾ എന്താണെന്ന് വിചാരിക്കരുത്, അത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ ടേമാണ് ഒബ്സോളസെൻസ്. എന്താണ് ഒബ്സോളസെൻസ്? എന്താണ് ഒബ്സോളസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് the process of becoming outdated or old fashioned and no longer used. അതായത് നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽസുകൾ കാലഹരണപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ. അതായത് ഔട്ട്ഡേറ്റഡ് ആയി പോവുക അല്ലെ, കാലഹരണപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ അല്ലെ. അല്ലെങ്കിൽ എന്താണ് ഓൾഡ് ഫാഷൻ ആവുക, പഴയ ഫാഷൻ ആവുക. അപ്പൊ നമ്മൾ ഡ്രസ്സുകളൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സുകളാണോ നമ്മൾ ഉപയോഗിക്കുക? പൊതുവെ അല്ല, ഏറ്റവും ലേറ്റസ്റ്റ് ഫാഷനിലുള്ളത് മേടിക്കാനാണ് നമ്മൾ ശ്രമിക്കുക. അതുപോലൊക്കെ തന്നെ അതായത് മെറ്റീരിയൽസുകൾ കാലഹരണപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ, അതിനെയാണ് നമ്മൾ ഔട്ട്ഡേറ്റഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഓൾഡ് ഫാഷൻ ആവുക. അപ്പൊ എന്താണ്? ഇറ്റ് കനോട്ട് ബി നോ ലോങ്ങർ യൂസ്. നമുക്ക് ഇനി ഫർദർ പിന്നെ നമുക്ക് അതിന് ഉപയോഗിക്കാനായിട്ട് അത് സാധിക്കില്ല. അതാണ് എന്ത് ഒബ്സോളസെൻസ് എന്ന് പറയുന്നത്. ഈ 2 ടേമുകൾ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഔട്ട്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എൻ എമൗണ്ട് ഓഫ് മണി സ്പെൻഡ് ഓർ ഇൻവെസ്റ്റഡ് ഇൻ സംതിങ്. എന്തെങ്കിലും കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതോ ചെലവഴിക്കുന്നതോ ആയിട്ടുള്ള ആ ഒരു പണത്തിനെയാണ് നമ്മൾ ഔട്ട്ലേ എന്ന് പറയുന്നത്. ഒബ്സോളസെൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് becoming outdated or old fashioned and no longer used. അതായത് ഒരു കാലഹരണപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഓൾഡ് ഫാഷൻ ആകുന്ന അവസ്ഥ, നമുക്കത് ഫർദർ പിന്നീട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയെയാണ് നമ്മൾ ഒബ്സോളസെൻസ് എന്ന് പറയുന്നത്. ഈ 2 ടേമുകളും ക്ലിയർ ആണെങ്കിൽ നമുക്ക് അഡ്വാൻറ്റേജസ് ഈസി ആയിട്ട് വായിച്ച് മനസ്സിലാക്കാം കേട്ടോ. നോക്കാം, അഡ്വാൻറ്റേജസ് ഓഫ് ലീസിംഗ് എന്താണ് പറയുന്നത്? സ്മോൾ ഇനീഷ്യൽ ഔട്ട്ലേസ് റിക്വയർഡ്. സ്മോൾ ഇനീഷ്യൽ ഔട്ട്ലേസ് റിക്വയർഡ്. നമ്മൾ പാട്ടത്തിന് എടുക്കുമ്പോൾ നമുക്ക് എന്താണ് ഇനീഷ്യൽ നമുക്കൊരു ചെറിയൊരു എന്താണ് പണം മാത്രമേ അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ അല്ലെ? ശരിയല്ലേ? നമുക്ക് ഒരു പുതിയ എക്യുപ്മെന്റ് വാങ്ങുമ്പോൾ ചെലവാക്കേണ്ട പണം ഇവിടെ വരുമോ? നമുക്ക് ഇല്ല. സ്മോൾ ഇനീഷ്യൽ ഔട്ട്ലേസ് റിക്വയർഡ് അല്ലെ? ചെറിയൊരു എമൗണ്ട് മാത്രമേ നമുക്ക്, ഒരു സ്മോൾ ഇനീഷ്യൽ ഔട്ട്ലേ, ചെറിയൊരു എമൗണ്ട് മാത്രമാണ് നമുക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതൊരു അഡ്വാൻറ്റേജ് ആണല്ലോ. ഓക്കെ, രണ്ടാമത്തെ എന്താണ് പറയുന്നത്? റിസ്ക് ഓഫ് ഒബ്സോളസെൻസ് ഈസ് ലെസ്സൻഡ്. റിസ്ക് ഓഫ് ഒബ്സോളസെൻസ് ഈസ് ലെസ്സൻഡ്. അതായത് കാലഹരണപ്പെട്ടു പോകാനുള്ള ചാൻസ് അവിടെ വളരെയധികം കുറവാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോ പാട്ടത്തിനൊക്കെ എടുക്കുന്ന മെറ്റീരിയലുകൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം മാർക്കറ്റിന്റെ നിലവിലെ ട്രെൻഡിനനുസരിച്ചായിരിക്കും, അഥവാ ഒരു റിലവന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസുകളായിരിക്കും പൊതുവെ നമ്മൾ പാട്ടത്തിന് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ അത് കാലഹരണപ്പെട്ടു പോകാനുള്ള ചാൻസ്, അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആവാനുള്ള ചാൻസ് അവിടെ വളരെയധികം കുറവാണ്. ഓക്കെ, ഇനി ഇൻ കേസ് ഔട്ട്ഡേറ്റഡ് ആവാണെന്ന് വിചാരിക്കാം, എക്യുപ്മെന്റ് ഇപ്പൊ കാലഹരണപ്പെട്ടു പോവുകയാണെങ്കിൽ കൂടിയും നമുക്ക് വലിയൊരു ഫിനാൻഷ്യൽ ലോസ് അവിടെ ഉണ്ടാവില്ല. നമുക്ക് വലിയൊരു സാമ്പത്തിക നഷ്ടമൊന്നും അവിടെ സംഭവിക്കില്ല. അതായത് നമ്മൾ പാട്ടത്തിനാണ് എടുക്കുന്നത് അല്ലെ, സ്വന്തമായിട്ട് നമ്മൾ മേടിക്കുന്നതല്ല. അപ്പൊ ഔട്ട്ഡേറ്റഡ് ആവാനുള്ള ചാൻസ് അവിടെ കുറവാണ്. പക്ഷെ എങ്കിലും ഔട്ട്ഡേറ്റഡ് ആവുകയാണെങ്കിൽ തന്നെ നമുക്ക് വലിയൊരു ഫിനാൻഷ്യൽ ലോസ് അവിടെ സംഭവിക്കില്ല. ഓക്കെ, ക്ലിയർ? പിന്നെ എന്താ പറയുന്നത്? മെയിൻ്റനൻസ് ക്യാൻ ബി ഡൺ ബൈ ബോത്ത് ലെസ്സർ ആൻഡ് ലെസ്സി അല്ലെ? മെയിൻ്റനൻസ് ക്യാൻ ബി ഡൺ ബൈ ബോത്ത് ലെസ്സർ ആൻഡ് ലെസ്സി. ലെസ്സർക്കും ലെസ്സിക്കും എന്താണ്? ഈക്വൽ ഷെയറിംഗ് ആണ്. അതായത് ഈ പറയുന്ന മെയിൻ്റനൻസുകൾ നടത്താനായിട്ട് 2 കൂട്ടർക്കും സാധിക്കുമെന്നാണ് പറയുന്നത്. അതായത് ഫ്ലെക്സിബിൾ മെയിൻ്റനൻസ് ആണ്. ലെസ്സിക്കും മെയിൻ്റനൻസ് നടത്താവുന്നതാണ്, ലെസ്സർക്കും മെയിൻ്റനൻസ് നടത്താവുന്നതാണ് കേട്ടോ. 2 കൂട്ടർക്കും എന്താണ്? മെയിൻ്റനൻസിനുള്ള ആ ഒരു റൈറ്റ് ഉണ്ട്. ഓക്കെ, അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ എന്താണ് പറയുന്നത്? പ്രൊക്യൂർമെന്റ് ഓഫ് ദ എക്യുപ്മെന്റ്
ലീഡ് ടൈം ഈസ് ലെസ്. പിന്നെ നമുക്ക് എന്താണ് പാട്ടത്തിന് എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ ലീഡ് ടൈം കുറയ്ക്കാൻ പറ്റും. ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ പഠിച്ചതാണ്. ഇറ്റ് ഇസ് ദ ടൈം ടേക്സ് ടു അക്വയർ ആൻ എക്യുപ്മെന്റ് അല്ലെ. നമുക്കൊരു എക്യുപ്മെന്റ് ലഭിക്കുന്നതിനുള്ള ഒരു സമയമാണ് ലീഡ് ടൈം. അപ്പൊ നമ്മൾ ഓൾറെഡി മേടിച്ച് നമ്മൾ പ്രൊക്യൂർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ലീഡ് ടൈം അവിടെ പരമാവധി കുറയ്ക്കാൻ സാധിക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് സാധനങ്ങൾ കിട്ടും, ഒരുപാട് സമയമൊന്നും കാത്തിരിക്കേണ്ടതായിട്ട് വരുന്നില്ല. ഇത്രയുമാണ് എന്താണ് ലീസിങ്ങിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. എന്തൊക്കെയായിരുന്നു? ഇനീഷ്യൽ ഔട്ട്ലേ വളരെ കുറച്ച് മതിയാകും, റിസ്ക് ഓഫ് ഒബ്സോളസൻസ് വളരെ കുറവാണ്, മെയിൻ്റനൻസ് രണ്ട് കൂട്ടർക്കും ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് ലീഡ് ടൈം അവിടെ കുറയ്ക്കാൻ പറ്റും. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെയാണോ? അഡ്വാൻറ്റേജസ് ഓഫ് ലീസിംഗ് മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ലീസിംഗ് ആണ് കേട്ടോ. ഇനി ലീസിങ്ങിന് എടുക്കുമ്പോൾ അതിൻ്റെതായ ചില ദോഷങ്ങളും ഉണ്ട് കേട്ടോ. അതെന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മളിപ്പോ ഓരോന്നും പറഞ്ഞപ്പോഴും അതിന്റെ അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് പറഞ്ഞല്ലോ. അപ്പൊ ലീസിങ്ങിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം കേട്ടോ. ശ്രദ്ധിച്ചു കേൾക്കാം. ഹീസ് ദ ലെസർ who controls the equipment. അതായത് full വായിക്കാം. Lessor has the access to the equipment inspection. Lessor has the right to seize the lease period. എന്താണ് ഇവിടെ പറയുന്നത്? ലെസ്സർക്കാണ് ഇവിടെ കൂടുതൽ കൺട്രോൾ വരുന്നതെന്നാണ് പറയുന്നത്. ആർക്കാണ്? ലെസ്സർ. ലെസ്സർ എന്ന് പറഞ്ഞാൽ ആരാണ്? പാട്ടത്തിന് കൊടുക്കുന്ന വ്യക്തിയാണ് അല്ലെ. അദ്ദേഹത്തിനാണ് കൂടുതൽ കൺട്രോൾ അവിടെ വരുന്നത്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് ശരിക്കും. കാര്യം നോക്കിയേ, ഹീസ് ദ ലെസർ ഹു കൺട്രോൾസ് ദ എക്യുപ്മെന്റ്. അതായത് എക്യുപ്മെന്റിനെ കൺട്രോൾ ചെയ്യാനുള്ള പവർ ഏറ്റവും കൂടുതൽ ആർക്കാണ് വരുന്നത്? ലെസർക്കാണ് വരുന്നത്. അത് ഒന്ന് ആലോചിച്ച് നോക്കി. പാട്ടത്തിന് കൊടുക്കുന്ന വ്യക്തിക്ക് അല്ല കൺട്രോൾ വരുന്നത് അല്ലെ. പാട്ടത്തിന് എടുക്കുന്ന യൂസ് ചെയ്യുന്ന ആളുകൾക്കാണ് അതിന്റെ ഒരു കൺട്രോൾ കൂടുതൽ വരുന്നത്. ഇവിടെ നേരെ തിരിച്ചാണ്, ലെസർക്കാണ് കൂടുതൽ അവിടെ പവർ ഓഫ് കൺട്രോൾ വരുന്നത്. ഓക്കെ, പിന്നെന്താണ്? ലെസർ ഹാസ് ദ ആക്സസ് ടു ദ എക്യുപ്മെന്റ് ഇൻസ്പെക്ഷൻ. അതുപോലെ തന്നെ എക്യുപ്മെന്റുകളൊക്കെ ഇൻസ്പെക്ട് ചെയ്യാനായിട്ട്, പരിശോധിക്കുന്നതിനുള്ള ആ ഒരു ആക്സസിബിലിറ്റി കൂടുതലും ആർക്കാണ്? ലെസർക്കാണ്. ലെസ്സയ്ക്ക് കുറവാണ് പൊതുവെ പറഞ്ഞത് കേട്ടോ. ലെസർക്കാണ് പാട്ടത്തിന് കൊടുക്കുന്ന വ്യക്തി ആരാണ് അവർക്കാണ് ആ എക്യുപ്മെന്റ് പരിശോധിക്കുന്നതിനുള്ള കൂടുതൽ ആക്സസിബിലിറ്റി ഉള്ളത്. പിന്നെ പറയുന്നത് ലെസർ ഹാസ് ദ റൈറ്റ് ടു സീസ് ദ ലീസ് പീരീഡ്. സീസ് മീൻസ് സ്റ്റോപ്പ് എന്നർത്ഥമാണ് കേട്ടോ. അതുപോലെ തന്നെ ആ ഒരു പാട്ടത്തിന്റെ കാലയളവ് സ്റ്റോപ്പ് ചെയ്യാനുള്ള റൈറ്റും ആരുടെ കയ്യിലാണ്? ലെസ്സർക്കാണുള്ളത്. ലെസ്സർ പറയാണ് ഇത്ര കാലയളവ് വരെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അത് അനുസരിക്കണം. കാര്യം ലെസ്സർക്കാണ് ആ ഒരു ലീസ് പീരീഡ് സ്റ്റോപ്പ് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളത്. ചുരുക്കി പറഞ്ഞ രീതിയിൽ എന്ത് മനസ്സിലായി? ലെസ്സർക്കാണ് കൂടുതൽ കൺട്രോൾ വരുന്നത് അല്ലെ. ഇൻസ്പെക്ഷൻ ആയിക്കോട്ടെ, കൺട്രോൾ ചെയ്യാനായിക്കോട്ടെ, അതുപോലെ ലീസ് പീരീഡ് സ്റ്റോപ്പ് ചെയ്യാനൊക്കെ ഫുൾ കൺട്രോൾ ആർക്കാണ് വരുന്നത്? ലെസ്സർക്കാണ്. ലെസ്സിക്ക് ആർക്ക് ചാർജ് കൺട്രോൾ അവിടെ പൊതുവെ കുറവാണ്. അപ്പൊ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് കേട്ടോ. ഓക്കെ, ഇനി പറയുന്നത് ഷെയർഡ് സർവീസസ് ആർ ഡൺ ഇൻ കേസ് ഓഫ് എ ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ് ബ്രാക്കറ്റിൽ ഇൻസിനറേറ്റർ ആൻഡ് ലോണ്ടറി സർവീസസ് ബ്രാക്കറ്റിൽ വാഷിംഗ് മെഷീൻ കേട്ടോ. ഇനി വേറെ കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇപ്പൊ ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും എക്യുപ്മെന്റ്സുകള് നമ്മൾ പാട്ടത്തിന് എടുക്കാണ്. അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ പോലെയുള്ള ഉപകരണങ്ങൾ, ലോണ്ടറി സർവീസിനൊക്കെ വേണ്ടിയിട്ട് തുണിത്തരങ്ങളൊക്കെ വൃത്തിയാക്കാൻ വാഷിംഗ് മെഷീൻ പോലെയുള്ള ഉപകരണങ്ങളൊക്കെ പാട്ടത്തിന് എടുക്കും. അവിടെ ഷെയർഡ് സർവീസസ് നടത്താം എന്ന് പറഞ്ഞ ലെസ്സർക്കും ലെസ്സിക്കും മെയിൻ്റനൻസ് ചെയ്യാവുന്നതാണ്. അത് പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫ്ലെക്സിബിൾ മെയിൻ്റനൻസ് ആണ്. രണ്ടു കൂട്ടർക്കും മെയിൻ്റനൻസ് നടത്താനുള്ള ആ ഒരു റൈറ്റ് രണ്ടു കൂട്ടർക്കും ഒരുപോലെ ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എക്യുപ്മെന്റോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻസുകളൊക്കെ ലീസിന് എടുക്കുന്ന സമയത്ത് അവിടെ അതിന്റെ മെയിൻ്റനൻസ് സർവീസുകളൊക്കെ രണ്ടു കൂട്ടർക്കും ഷെയർ ചെയ്ത് ചെയ്യാവുന്നതാണ് കേട്ടോ. പക്ഷെ ഒരു എക്യുപ്മെന്റ് കൺട്രോൾ ചെയ്യാനായിക്കോട്ടെ, അതിന്റെ പരിശോധനയ്ക്കുള്ള ആക്സസിബിലിറ്റി ആയിക്കോട്ടെ, ലീസ് പീരീഡ് സ്റ്റോപ്പ് ചെയ്യാനുള്ള ആ ഒരു റൈറ്റ് നോക്കാം ആർക്കാണ് വരുന്നത്? ലെസ്സർക്കാണ്. അത്രയാണ് അതിന്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ 3 കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു കേട്ടോ. എക്യുപ്മെന്റ് എങ്ങനെയൊക്കെ 3 രീതിയിലാണ് നമുക്ക് ലഭിക്കുക, അതിൻ്റെതായ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് സെലക്ഷൻ ആൻഡ് പ്രൊക്യൂർമെന്റ് ഓഫ് എക്യുപ്മെന്റ് കേട്ടോ. സെലക്ഷൻ ആൻഡ് പ്രൊക്യൂർമെന്റ് ഓഫ് എക്യുപ്മെന്റ്. പ്രൊക്യൂർ ചെയ്യാന്ന് വെച്ചാൽ എന്താ? പ്രൊക്യൂർ മീൻസ് എന്താണ്? സ്റ്റോറേജ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ സെലക്ഷൻ ആൻഡ് പ്രൊക്യൂർമെന്റ് ഓഫ് എക്യുപ്മെന്റ്, നമ്മളൊരു എക്യുപ്മെന്റുകള് അല്ലെങ്കിൽ മെറ്റീരിയൽസുകള് അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴും
സംഭരിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ഓക്കെ, 5 പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? സെലക്ട് അക്കോർഡിംഗ് ടു നീഡ് ഓർ റെക്കമെൻഡേഷൻ. അതാണ് സെലക്ട് അക്കോർഡിംഗ് ടു നീഡ് ഓർ റെക്കമെൻഡേഷൻ. ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ നീഡിനനുസരിച്ചിട്ടുള്ള എക്യുപ്മെന്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, അല്ലെ? നമ്മുടെ റിക്വയർമെന്റ് എന്താണ്? നമ്മുടെ മീൻസ് നമ്മുടെ ഹോസ്പിറ്റലിലെ വിവിധ യൂസർ ഡിപ്പാർട്ട്മെന്റുകളുടെ ആവശ്യം എന്താണോ, അവരുടെ റിക്വയർമെന്റ് എന്താണോ, അതിനനുസരിച്ചിട്ട് അനുയോജ്യമായിട്ടുള്ള എക്യുപ്മെന്റ് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ വലിയ വില കൊടുത്തൊരു എക്യുപ്മെന്റ് വാങ്ങി, പക്ഷെ നമ്മുടെ ആവശ്യത്തിന് അത് ഉപകാരപ്രദമല്ലെങ്കിൽ നമുക്കതൊരു വലിയ നഷ്ടമാണ്, അല്ലെ? അതുകൊണ്ട് ഓരോ യൂസർ ഡിപ്പാർട്ട്മെന്റുകൾക്കും അവരുടെ ആവശ്യകതകൾക്ക് അനുസരിച്ചിട്ടുള്ള എക്യുപ്മെന്റുകൾ വേണം എന്ത് ചെയ്യാനായിട്ട്? സെലക്ട് ചെയ്യാനായിട്ട്. പിന്നെ പറയുന്നുണ്ട് ഓർ റെക്കമെൻഡേഷൻ. അതുപോലെ നമ്മൾ എക്യുപ്മെന്റ്സുകളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പേർട്ട് ആയിട്ടുള്ള ആ ഒരു എക്യുപ്മെന്റുമായിട്ട് കൂടുതൽ അറിവുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുടെ അഡ്വൈസ് എടുക്കുക, അല്ലെങ്കിൽ അവരുടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും. കാര്യം ആ എക്യുപ്മെന്റ് ഒക്കെ കൂടുതൽ മാനേജ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് അറിയാൻ പറ്റും നല്ലത് ഏതാ ചീത്ത ഏതാ എന്നൊക്കെ അവർക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ആ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുടെ റെക്കമെൻഡേഷൻ, അവരുടെ ശുപാർശകള് അല്ലെങ്കിൽ അവരുടെ അഡ്വൈസുകളൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? എക്യുപ്മെന്റുകൾ സെലക്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദി ഇഫക്ട് ഓഫ് ആഫ്റ്റർ സെയിൽസ് സർവീസ് ആൻഡ് സ്പെയർസ് അവൈലബിലിറ്റി. കേട്ടോ, ടേക്ക് ഇൻ ടു അക്കൗണ്ട് the effect of a after sales service and spares availability. അതുപോലെ തന്നെ നമ്മളിപ്പോ എക്യുപ്മെന്റ് വാങ്ങിച്ചു വെച്ചാൽ മാത്രം പോരാ, നമുക്ക് വിൽപ്പനാനന്തര സേവനങ്ങളും സ്പെയർസിന്റെ ലഭ്യതയും നമ്മൾക്ക് ഉറപ്പുവരുത്തണം. അതായത് നമ്മളിപ്പോ പൈസ കൊടുത്ത് സംഭവം വാങ്ങി, ഇനി അതിനൊരു മെയിന്റനൻസ് സർവീസുകളൊക്കെ വരുമ്പോൾ അതും കൂടെ കിട്ടുന്ന തരത്തിലുള്ള രീതിയിലായിരിക്കണം നമ്മൾ എക്യുപ്മെന്റുകൾ വാങ്ങിച്ചത്. ഒരു എക്യുപ്മെന്റ് തന്നു കഴിഞ്ഞാൽ പിന്നെ ആഫ്റ്റർ സെയിൽസ് സർവീസ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ചെയ്യരുത്. നമുക്ക് ആഫ്റ്റർ സെയിൽസ് സർവീസുകളും അതുപോലെ തന്നെ സ്പെയർസിന്റെ അവൈലബിലിറ്റി, സ്പെയറുകളൊക്കെ ഈസി ആയിട്ട് നമുക്ക് അവൈലബിൾ ആണോ, അങ്ങനെയുള്ള എക്യുപ്മെന്റ് ആണോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. ചിലപ്പോൾ നമ്മൾ വാങ്ങിച്ചു വെച്ച് എന്തെങ്കിലും മെയിൻ്റനൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സ്പെയർസ് ഉപയോഗിക്കേണ്ടി വരും, അല്ലെ? ഇപ്പൊ സ്പെയർ ഉപയോഗിക്കും നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സ്പെയർസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര നഷ്ടമായിരിക്കും. ഇപ്പോഴും സ്പെയർസിന്റെ ലഭ്യതയും കൂടെ നമ്മൾ അവിടെ കണക്കിലെടുക്കണം. പ്ലസ് നമ്മൾ ആഫ്റ്റർ സെയിൽസ് സർവീസ് സേവനങ്ങളുടെ ലഭ്യതയും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം, കണക്കിലെടുക്കണം. എന്നിട്ടൊക്കെ വേണം നമ്മൾ എക്യുപ്മെന്റ് പോയി സെലക്ട് ചെയ്യാനായിട്ട്. കേട്ടോ, ഓക്കെ. പിന്നെ വരുന്നത് മൂന്നാമത്തെ പോയിന്റ്, ഇൻസ്റ്റാളേഷൻ, ഓപ്പറേഷൻ ഓർ കാലിബ്രേഷൻ. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഇൻസ്റ്റാളേഷൻ, ഓപ്പറേഷൻ ഓർ കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന മെറ്റീരിയൽസ് ഉണ്ടല്ലോ, എക്യുപ്മെന്റുകൾ, അത് നമുക്ക് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കണം. അതായത് നമുക്ക് എളുപ്പത്തിൽ സ്ഥാപിക്കാനും എളുപ്പത്തിൽ ഓപ്പറേറ്റ് ചെയ്യാനും ദാറ്റ് മീൻസ് പ്രവർത്തിപ്പിക്കാനും പിന്നെ നമുക്ക് അതിന്റെ കൃത്യതയും മറ്റും സ്ഥിരീകരിക്കാനൊക്കെ നമുക്ക് എളുപ്പമായിരിക്കണം. ചുരുക്കി പറഞ്ഞ എന്താണ്? ഈസി ടു ഹാൻഡിൽ ആയിരിക്കണം, അല്ലെ? നമുക്ക് എളുപ്പം കൈകാര്യം ചെയ്യാൻ പറ്റണം. ഇപ്പൊ നമ്മള് എക്യുപ്മെന്റ് കൊണ്ടുവരുന്നത് സ്ഥാപിക്കാനായിക്കോട്ടെ, അത് പ്രവർത്തിപ്പിക്കാനായിക്കോട്ടെ, ഇനി എക്യുപ്മെന്റിന്റെ മെയിൻ്റനൻസ്, അതിന്റെ കാലിബ്രേഷൻ, അതിന്റെ കൃത്യതയും മറ്റൊക്കെ സ്ഥിരീകരിക്കാനായിട്ട് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കണം. ഭയങ്കര ബുദ്ധിമുട്ടുള്ള, ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള എക്യുപ്മെന്റ് ആണെങ്കിൽ അതും പ്രശ്നമാണ്, അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള എക്യുപ്മെന്റ്സുകളെ സെലക്ട് ചെയ്യാനും പ്രൊക്യൂർ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കും. പിന്നെ വരുന്നത് ട്രെയിനിങ് ആൻഡ് ടെസ്റ്റിംഗ് ആണ്. കേട്ടോ, ട്രെയിനിങ് ആൻഡ് ടെസ്റ്റിംഗ് എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ വാങ്ങുമ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ഓപ്പറേറ്റ് ചെയ്യുന്ന സ്റ്റാഫുകൾ, അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ നമ്മൾ കൊടുക്കണം. അതും അതിന്റെ ഒരു ഭാഗമാണ്, അല്ലെ? വലിയ വലിയ ക്യാപിറ്റൽ എക്യുപ്മെന്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ CT സ്കാൻ മെഷീൻ, MRI മെഷീൻ അതൊക്കെ ഉപയോഗിക്കാൻ അതിന് വേണ്ടി പ്രത്യേക തന്നെ സ്റ്റാഫുകൾ ഉണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള എക്യുപ്മെന്റുകളൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റാഫുകൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്, അല്ലെ, പരിശീലനങ്ങൾ അവർക്ക് കൊടുത്തിരിക്കണം. പിന്നെ പറയുന്നത് എന്താണ്? അതിന്റെ ടെസ്റ്റിംഗ് ആണ്. ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ വാങ്ങുന്ന എക്യുപ്മെന്റ്സുകൾ കൃത്യമായിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം, അല്ലെ? ടെസ്റ്റ് ചെയ്യണം, നമ്മൾ പരിശോധിക്കണം. അത് പ്രോപ്പർ നല്ല എക്യുപ്മെന്റ് ആണോ, അത് ശരിയായ രീതിയിൽ അതിന്റെ ഫങ്ഷൻസ് നടക്കുന്നുണ്ടോ, അത് സേഫ് ആണോ ഉപയോഗിക്കാൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് നമ്മൾ എന്ത് ചെയ്യണം? ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ടൊക്കെ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. കേട്ടോ, പിന്നെ പറയുന്നത് എന്താന്ന് വെച്ചാൽ മാനുഫാക്ചേഴ്സ് മാനുവൽ അവൈലബിലിറ്റി. മാനുഫാക്ചേഴ്സ് മാനുവൽ അവൈലബിലിറ്റി, അതിന്റെ നിർമ്മാതാക്കളുണ്ടല്ലോ,
അവരുടെ മാനുവലിന്റെ ലഭ്യതയും കൂടെ നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് യൂസർ മാനുവൽ കിട്ടാറുണ്ട് അല്ലെ. അതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും എങ്ങനെയൊക്കെയാണെന്നും എപ്പൊ മെയിൻ്റനൻസ് നടത്തണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള എക്യുപ്മെന്റുകളൊക്കെ സെലക്ട് ചെയ്യുമ്പോഴും സ്റ്റോർ ചെയ്യുമ്പോഴും അതിന്റെ മാനുഫാക്ചറിന്റെ മാനുവൽ, അവരുടെ മാനുവൽ ഉണ്ടല്ലോ, അത് നമ്മൾ ഉറപ്പുവരുത്തണം. കാരണം ആ മാനുവലിലൂടെയാണ് നമുക്ക് പല കാര്യങ്ങളും അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, എപ്പൊ മെയിൻ്റനൻസ് നടത്തണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ മാനുഫാക്ചറിന്റെ മാനുവൽ അവൈലബിലിറ്റിയും കൂടെ നമ്മളവിടെ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ശരിക്കും പറഞ്ഞാല് നമ്മളൊരു എക്യുപ്മെന്റ് സെലക്ട് ചെയ്യുമ്പോഴും സംഭരിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഓക്കെയാണോ? 5 പോയിന്റ് ക്ലിയർ ആയി? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ, ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഓക്കെ, നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ അധികാരങ്ങളും റെസ്പോൺസിബിലിറ്റീസും എന്തൊക്കെയാണ് കേട്ടോ. ഓക്കെ, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ അഥവാ നമ്മുടെ മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അധികാരങ്ങള്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങള് എന്തൊക്കെയാണ്? ഓക്കെ, ഒരു പോയിന്റ് ക്ലിയർ ചെയ്ത് വെക്കുക കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കിയേ. അതോറിറ്റി ടു കമ്മിറ്റ് ദ ഫണ്ട്സ് ഓഫ് ദ ഹോസ്പിറ്റൽ ഫോർ ദ പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. എന്താണ് പറയുന്നത്? അതോറിറ്റി ടു കമ്മിറ്റ് ദ ഫണ്ട്സ് ഓഫ് ദ ഹോസ്പിറ്റൽ ഫോർ ദ പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് ഈ പറയുന്ന ഗുഡ്സ് ആൻഡ് സർവീസസുകളൊക്കെ വാങ്ങുന്നതിന് വേണ്ടിയിട്ടും സംഭരിക്കുന്നതിന് വേണ്ടിയിട്ടും ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള ഫണ്ടുകള് പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള അധികാരവും റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനാണ് അല്ലെ. ഓക്കെ, അപ്പൊ എന്താണ്, ഒരു ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ട ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ വാങ്ങുന്നതിനും അത് പ്രൊക്യൂർ ചെയ്യുന്നതിനുമായിട്ട് ഹോസ്പിറ്റലുകൾക്ക് ഫണ്ട് അനുവദിച്ചു കൊടുക്കേണ്ടത്, അതിന് ആവശ്യമായിട്ടുള്ള ഫണ്ടുകള് ഹോസ്പിറ്റലിന് പ്രൊവൈഡ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനാണ്. ഓക്കെ, ക്ലിയർ ആയാലോ? രണ്ടാമത്തെ പോയിന്റ് എന്താണ്? റെസ്പോൺസിബിലിറ്റി ടു ഫുൾഫിൽ ദ നീഡ്സ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. വെൻ ജസ്റ്റിഫൈഡ് വേണ്ട കേട്ടോ, വെൻ ജസ്റ്റിഫൈഡ് വേണ്ട, അത് കട്ട് ചെയ്ത് കണ്ടു കേട്ടോ. ഓക്കെ, എന്താ പറയുന്നത്? റെസ്പോൺസിബിലിറ്റി ടു ഫുൾഫിൽ ദ നീഡ്സ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സ്. ആ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റ്സുകളുടെ ആവശ്യങ്ങളും ഫുൾഫിൽ ചെയ്യുന്നതിനുള്ള, നിറവേറ്റുന്നതിനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ട്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട് അല്ലെ. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ് പറയുമ്പോൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയലുകളൊക്കെ ആവശ്യമായിട്ട് വരുന്ന സമയത്ത് അത് ഫുൾഫിൽ ചെയ്ത് കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ട്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് ഉണ്ട്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് എന്താണ്? റെസ്പോൺസിബിലിറ്റി ഫോർ ഇവാലുവേഷൻ ഓഫ് സ്പെസിഫിക്കേഷൻസ് and if incomplete or incorrect has the authority to challenge the specifications. എന്താണ് അവർ പറയുന്നത്? റെസ്പോൺസിബിലിറ്റി ഫോർ ദ ഇവാലുവേഷൻ ഓഫ് സ്പെസിഫിക്കേഷൻസ്. അതായത് നമ്മൾ പർച്ചേസ് ചെയ്ത, നമ്മൾ പ്രൊക്യൂർ ചെയ്യാനായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് എന്തോ ആവട്ടെ, അതിന്റെ സ്പെസിഫിക്കേഷൻസ് എന്ന് വെച്ചാൽ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിന് ചില ഫീച്ചേഴ്സുകളൊക്കെ ഉണ്ടാവും, നമ്മൾ ആവശ്യപ്പെടുന്നുണ്ടല്ലോ പല ഫീച്ചേഴ്സുകള്. അപ്പൊ പല ഫീച്ചേഴ്സുകളായിക്കോട്ടെ, അതിന്റെ പല ടെക്നിക്കൽ റിക്വയർമെന്റ്സുകളായിക്കോട്ടെ, അതൊക്കെ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനാണ്, അത് കൃത്യമായിട്ട് വിലയിരുത്തുന്നതിനുള്ള അധികാരം ആർക്കുണ്ട്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. ഓക്കെ, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന സംഭവങ്ങളാണ്, അതുകൊണ്ട് തന്നെ അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ സ്പെസിഫിക്കേഷൻസും അതിന്റെ ടെക്നിക്കൽ റിക്വയർമെന്റ്സുകളൊക്കെ കൃത്യമായിട്ട് അസസ് ചെയ്യാൻ, വിലയിരുത്തുന്നതിനുള്ള അധികാരം ആർക്കുണ്ട്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. എന്നിട്ട് എന്താ പറയുന്നത്? ഇഫ് ഇൻകംപ്ലീറ്റ് ഓർ ഇൻകറക്റ്റ് ഹാസ് ദ അതോറിറ്റി ടു ചാലഞ്ച് ദ സ്പെസിഫിക്കേഷൻ. ഇനി അവരിങ്ങനെ അസസ് ചെയ്യുന്ന സമയത്ത്, ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ ആ വസ്തുക്കളിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്ന് തോന്നുകയാണ്, എന്തെങ്കിലും പോരായ്മകൾ ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫക്റ്റുകൾ ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയാ ഡിഫോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ അതിനെ പറ്റി ചോദ്യം ചെയ്യുന്നതിനുള്ള അധികാരവും ആർക്കുണ്ട്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. അവർക്ക് ചോദ്യം ചെയ്യാം, ഇന്ന സ്പെസിഫിക്കേഷൻ ഇല്ല, ഇതൊന്നില്ല എന്നുള്ള കാര്യം അവർക്ക് സപ്ലയേഴ്സിന്റെ അടുത്ത് എന്ത് ചെയ്യാം? അവരോട് ചോദിക്കാം. അതിനുള്ള അധികാരം ആർക്കുണ്ട്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്
ഉണ്ട്. അതാണ് അവർ പറയുന്നത് കേട്ടോ. റെസ്പോൺസിബിലിറ്റി ഫോർ ഇവാലുവേഷൻ ഓഫ് സ്പെസിഫിക്കേഷൻ ആൻഡ് ഇഫ് ഇൻകംപ്ലീറ്റ് ഓർ ഇൻകറക്റ്റ് ഹാസ് ദ അതോറിറ്റി ടു ചാലഞ്ച് ദ സ്പെസിഫിക്കേഷൻ. Okay. Next point ഇതാണ് responsibility to interview all vendor representatives and arrange for bidding or negotiation for the goods and services. എന്താണ് പറയുന്നത്? Responsibility to interview all vendor representatives. എന്ന് പറഞ്ഞാൽ ആരാണ്? വിൽപ്പനക്കാരനാണ് അല്ലെ? അത് സപ്ലൈസിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ വിവിധ സപ്ലൈയേഴ്സുകൾ അല്ലെ, വെൻഡർ റിപ്രസെന്റേറ്റീവ്സ് അല്ലെ, ഈ പറയുന്ന സപ്ലൈസിന്റെ ഒക്കെ ആളുകളുമായിട്ട് അവരുമായിട്ട് മീറ്റ് ചെയ്യാൻ, ഇന്റർവ്യൂ ചെയ്യാന്ന് വെച്ചാൽ അവരുമായിട്ട് മീറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഉത്തരവാദിത്തം ആർക്കുണ്ട്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. അത് മാത്രമല്ല അറേഞ്ച് ഫോർ ബിഡിംഗ് ഓർ നെഗോഷിയേഷൻ ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മൾ ഈ പറയുന്ന ഗുഡ്സ് ആൻഡ് സർവീസുകളൊക്കെ ലേലം വിളിക്കുന്നതിനും അതുപോലെ നെഗോഷിയേറ്റ് ഒക്കെ ചെയ്യുന്നതിനുമായിട്ടുള്ള അറേഞ്ച്മെന്റ്സുകൾ നടത്തേണ്ടതും ആരുടെ ഉത്തരവാദിത്തമാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, അടുത്ത പോയിന്റ് ഇതാണ് ടു ഗെറ്റ് ദ കറക്റ്റ് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി അറ്റ് ദ എക്കണോമിക്കൽ പ്രൈസ് ആൻഡ് ടു സപ്ലൈ ദ മെറ്റീരിയൽസ് ആസ് നീഡഡ് ഫോർ ദ വാരിയസ് ഡിപ്പാർട്ട്മെന്റ്. പിന്നെന്താണ്? ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് അവര് എന്താണ്, അവർക്ക് കൃത്യമായിട്ടുള്ള അളവിലും അതുപോലെ കൃത്യമായിട്ടുള്ള ഗുണനിലവാരത്തിലും മെറ്റീരിയലുകൾ ലഭിക്കുന്നതിനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് അവര് ഓർഡർ കൊടുക്കുകയാണ് അല്ലെ, അപ്പൊ അവർക്ക് എന്താണ്, അവർക്ക് കൃത്യമായിട്ടുള്ള അളവില് കൃത്യമായ ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും സാധനങ്ങൾ ലഭിക്കുന്നതിനുള്ള അവകാശം പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. ഓക്കെ, അതുകൂടാതെ ടു സപ്ലൈ ദ മെറ്റീരിയൽസ് ആസ് നീഡഡ് ഫോർ ദ വാരിയസ് ഡിപ്പാർട്ട്മെന്റ്. ആ ഹോസ്പിറ്റലിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ആവശ്യമുള്ള സമയത്ത് അവർക്ക് മെറ്റീരിയൽസുകൾ സപ്ലൈ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ആർക്ക് തന്നെയാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനാണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ അധികാരങ്ങൾ, റെസ്പോൺസിബിലിറ്റി ക്ലിയർ ആയോ? ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങി സംഭരിക്കുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിന്റെ ഫണ്ടൊക്കെ വെച്ചു കൊടുക്കുക, അവിടെ പ്രവർത്തിക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെ ആവശ്യങ്ങൾ ചെയ്യുക, അതുപോലെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്, പ്രൊക്യൂർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയലിന്റെ ഫീച്ചറുകൾ മറ്റും ഇവാലുവേറ്റ് ചെയ്യുക. അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും പോരായ്മകൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെ പറ്റി ചോദ്യം ചെയ്യുന്നതിനുള്ള റെസ്പോൺസിബിലിറ്റി അല്ല, അധികാരം അവർക്കുണ്ട്. അതുപോലെ എല്ലാ സപ്ലൈയേഴ്സിന്റെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ടും ഇന്റർവ്യൂ അവരുമായിട്ട് മീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ലേലം വിളിക്കുക, നെഗോഷിയേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള അറേഞ്ച്മെന്റ്സുകളൊക്കെ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പിന്നെ പരമാവധി കുറഞ്ഞ വിലയില്, എക്കണോമിക്കൽ പ്രൈസ് എന്ന് പറയുന്നത് പരമാവധി കുറഞ്ഞ വിലയില് എന്നാൽ നമ്മൾക്ക് കൃത്യമായ ക്വാണ്ടിറ്റിയിലും ഗുണനിലവാരത്തിലും സാധനങ്ങൾ ലഭിക്കുന്നതിനുള്ള അവകാശം പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയലുകൾ സപ്ലൈ ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ നിങ്ങൾക്ക്? നെക്സ്റ്റ് വരുന്നത് കേട്ടോ, അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പർച്ചേസിംഗ് മാനേജർ. ഓക്കെ, ഈ ഒരു പർച്ചേസിംഗ് മാനേജർ, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി കണ്ടു. അപ്പൊ ആ ഒരു പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനെ മുന്നോട്ട് നയിക്കുന്ന വ്യക്തി ആരാണ്? പർച്ചേസിംഗ് മാനേജർ അല്ലെ, അല്ലെങ്കിൽ നമുക്ക് മെറ്റീരിയൽ മാനേജർ എന്നൊക്കെ പറയാം അല്ലെ. ഓക്കെ, അയാളുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയുണ്ട് കേട്ടോ നോക്കാം നമുക്ക്. ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പർച്ചേസിംഗ് മാനേജർ. The person that normally runs the purchasing department is called a purchasing manager. Underline ചെയ്ത് വെക്കാം. ഡയറക്റ്റ് ആണെങ്കിൽ ചോദിക്കാം. The person that normally runs the purchasing department is called dash എന്നാണ് പറയാ, purchasing manager. ഡിപ്പാർട്ട്മെന്റിന് മുന്നോട്ട് നയിക്കുന്നത് ആരാണ്? പർച്ചേസിംഗ് മാനേജർ ആണ്. ഓക്കെ, then purchasing job description is strategic in nature and usually consists of the following. Okay, ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് മുഴുവൻ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്താണ് നോക്കിയേ? മെയിൻറ്റൈനിങ് ദ പർച്ചേസിംഗ് പോളിസി ആൻഡ് എൻഷുറിംഗ് ദാറ്റ് ഓൾ പർച്ചേസേഴ്സ് സ്റ്റിക്ക് ടു ഇറ്റ്. എന്ത് ചെയ്യണം? ഒരു പർച്ചേസിംഗ് മാനേജർ എന്ന് പറഞ്ഞാല് അദ്ദേഹം എന്ത് ചെയ്യണം? എല്ലാ പർച്ചേസിംഗ് പോളിസികളും നമ്മുടെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം അല്ലെ. നമ്മൾ ഈ ചാപ്റ്ററിൽ തുടക്കം കുറെ കാര്യങ്ങൾ ഈ പർച്ചേസിംഗുമായിട്ട് ബന്ധപ്പെട്ട കുറെ പോളിസികളും പ്രൊസീജിയറുകളൊക്കെ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ, പഠിച്ചില്ലേ? ഓക്കെ, അങ്ങനെയുള്ള പർച്ചേസിംഗ് പോളിസികളൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം പോരാ, ഓൾ പർച്ചേസസ് സ്റ്റിക്ക് ടു ഇറ്റ്. അവിടെ നടക്കുന്ന എല്ലാ പർച്ചേസേഴ്സും ആ പോളിസികൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. ഓക്കെ, അതാണ് ആദ്യത്തെ പോയിന്റ് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് ഇതാണ് ചൂസിംഗ് ദ സപ്ലയേഴ്സ് that the company will deal with and giving the legal interaction with them. അതുപോലെ
കമ്പനി ഡീൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന നല്ല സപ്ലയേഴ്സിനെ കണ്ടെത്തുക കേട്ടോ. നല്ല സപ്ലയേഴ്സിനെ ചൂസ് ചെയ്താൽ മാത്രം പോരാ, അവരുമായിട്ട് ഒരു നിയമപരമായിട്ടുള്ള ഇന്ററാക്ഷൻസ് കീപ്പ് ചെയ്യുക. അവരുമായിട്ട് എപ്പോഴും നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ലീഗൽ ആയിട്ടുള്ള ഇന്ററാക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഹോസ്പിറ്റൽ അറിഞ്ഞുകൊണ്ട് തന്നെയുള്ള ഒരു ലീഗൽ ഇന്ററാക്ഷൻസ് അവരുമായിട്ട് നടത്തുക. ഓക്കെ, പിന്നെന്താണ് മാനേജിങ് എനി SLAs ഫുൾ ഫോം നോക്കി വെക്കുക കേട്ടോ. സർവീസ് ലെവൽ എഗ്രിമെന്റ് ആണ്, സർവീസ് ലെവൽ എഗ്രിമെന്റ്. ഓക്കെ, മാനേജിങ് എനി SLAs that may be in place and managing any master agreements between the suppliers and the company. SLA എന്ന് വെച്ചാൽ എന്താണ്? സർവീസ് ലെവൽ എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് ഈ ഒരു പർച്ചേസിങ്ങും ഗുഡ്സ് ആൻഡ് സർവീസസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന എഗ്രിമെന്റുകൾ ഉണ്ടല്ലോ. ഓക്കെ, സർവീസുമായിട്ട് ബന്ധപ്പെട്ട് ചില എഗ്രിമെന്റുകളുണ്ട്. അപ്പൊ അത്തരത്തിൽ നിലവിലുള്ള ഏതെങ്കിലും എഗ്രിമെന്റുകളൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാം. പർച്ചേസ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. സർവീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എഗ്രിമെന്റുകൾ, കരാറുകൾ ഇതൊക്കെ കൈകാര്യം ചെയ്യാം. അതുപോലെ തന്നെ മാനേജിങ് എനി മാസ്റ്റർ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ സപ്ലയേഴ്സ് ആൻഡ് കമ്പനി. ഈ പറയുന്ന സപ്ലയർക്കും കമ്പനിക്കും, കമ്പനി എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലാണ്, അപ്പൊ ഈ പറയുന്ന സപ്ലയറിനും കമ്പനിക്കും ഇടയിലുള്ള വലിയ വലിയ എഗ്രിമെന്റുകൾ, നമ്മൾ പർച്ചേസ് ഓർഡർ തന്നെ ഒരു ലീഗൽ എഗ്രിമെന്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ മാസ്റ്റർ എഗ്രിമെന്റുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത്, സർവീസുമായിട്ട് ബന്ധപ്പെട്ട നിലവിലിരിക്കുന്ന എഗ്രിമെന്റുകൾ അതൊക്കെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്വം ആർക്കാണുള്ളത്? പർച്ചേസിംഗ് പർച്ചേസിംഗ് മാനേജർക്കാണ് കേട്ടോ. പിന്നെന്താണ്? സ്റ്റാഫ് റിക്രൂട്ട്മെന്റ്, ട്രെയിനിങ് ആൻഡ് മാനേജ്മെന്റ്. അദ്ദേഹത്തിന്റെ കീഴില് സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യുക അല്ലെ. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകളെ തെരഞ്ഞെടുക്കുക, അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ കൊടുക്കുക അല്ലെ, അവർക്ക് വേണ്ട പരിശീലനങ്ങൾ കൊടുക്കുക, അവരെ മാനേജ് ചെയ്യുക അല്ലെ. അവർക്ക് വേണ്ട ഗൈഡൻസും സപ്പോർട്ടും എല്ലാം കൊടുത്തുകൊണ്ട് അവരെ മാനേജ് ചെയ്യുന്നത്. കാരണം റെസ്പോൺസിബിലിറ്റി നമ്മൾ പറയുന്നത് പർച്ചേസിംഗ് മാനേജറുടെയാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് എന്താണ്? കൊളാബറേഷൻ വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ്, എസ്പെഷ്യലി അക്കൗണ്ടിങ്, മാനുഫാക്ചറിങ് ആൻഡ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റ്സ് കേട്ടോ. പിന്നെ മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് അവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാം. പ്രത്യേകിച്ച് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റ്, മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെന്റ്, സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടൊക്കെ നല്ല രീതിയിൽ സഹകരിച്ച് പ്രവർത്തിക്കാം. കാര്യം നമുക്കറിയാം പേയ്മെന്റ് ഒക്കെ നമ്മൾ നടത്തുന്നത് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റിലൂടെയാണ് അല്ലെ. സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്, അത് സ്റ്റോക്ക് ചെയ്യുന്നത് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. അപ്പൊ എന്ന് പറയുമ്പോൾ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഒറ്റയ്ക്ക് ഇവിടെ നിലനിൽക്കാൻ പറ്റില്ല. ഈ പറയുന്ന അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റ്, മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെന്റ്, സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റുമായിട്ടൊക്കെ നല്ല രീതിയിൽ കൊളാബറേറ്റ് ചെയ്ത് സഹകരിച്ച് പ്രവർത്തിക്കണം. ഓക്കെ, ഇതൊക്കെ അവരുടെ ഉത്തരവാദിത്തമാണ് കേട്ടോ. പിന്നെന്താണ്? ബഡ്ജറ്റിംഗ്, കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് സേവിംഗ് ആഫ്റ്റർ അനലൈസിംഗ് ദ മാനേജ്മെന്റ് ഇൻഫർമേഷൻ അവൈലബിൾ. എന്താണ്? മെറ്റീരിയൽ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അല്ലെ, എല്ലാ വിവരങ്ങളും റിക്വസിഷൻസ് ഒക്കെ വരും അല്ലെ, അതൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ആ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന വിവിധ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, അവർക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയലുകൾ അവർ ആവശ്യപ്പെടും അല്ലെ. അത് ആവശ്യപ്പെടുന്ന സമയത്ത് അവരുടെ ആവശ്യങ്ങളെയൊക്കെ നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാം. കൃത്യമായിട്ട് ആവശ്യം ചെലവിലാണോ, അതുപോലെ ഏറ്റവും ഡിമാൻഡുള്ള ആവശ്യമാണോ നമുക്ക് നോക്കി അനലൈസ് ചെയ്തതിന് ശേഷം അതിന് വേണ്ട ബഡ്ജറ്റിംഗ് തയ്യാറാക്കുക അല്ലെ. സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള ബഡ്ജറ്റിംഗ് അല്ലെ, അതിന്റെ ബഡ്ജറ്റിംഗ് ശരിയാക്കുക. കോസ്റ്റിംഗ്, കോസ്റ്റ് സേവിംഗ്, ചെലവിനെ പറ്റിയും ചെലവ് ചുരുക്കലിനെ പറ്റിയും ഒക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക എന്നുള്ളതും പർച്ചേസിംഗ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, then വരുന്നത് എന്താണ്? ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ക്വാളിറ്റി ആൻഡ് അതർ ലീഗൽ നീഡ്സ്. അതായത് ഒരു പർച്ചേസിംഗ് മാനേജർ എന്ന് പറഞ്ഞാൽ he should ensure health and safety, quality and other legal needs that concerning the purchase department. അതായത് ഒരു പർച്ചേസിംഗ് മാനേജർ എന്ന് പറയുമ്പോൾ അദ്ദേഹം പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് മാത്രമല്ല, സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് ഈ പറയുന്ന പേഷ്യൻസ് നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ആളുകളുടെ ഹെൽത്ത് അല്ല, അവരുടെ ആരോഗ്യം, അവരുടെ സേഫ്റ്റി, അതുപോലെ തന്നെ അവർ കൊടുക്കുന്ന മെറ്റീരിയൽസുകളുടെ ക്വാളിറ്റി, ഇതെല്ലാം തന്നെ എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം അല്ലെ. ഉപയോഗിക്കുന്ന മെറ്റീരിയൽസുകൾ സേഫ് ആയിരിക്കണം അല്ലെ. ആളുകൾ അവർക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ അവരുടെ സേഫ്റ്റിയില് ത്രെട്ടണിങ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അവരുടെ ഹെൽത്തിന് ത്രെട്ടണിങ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അവിടെ എന്ത് ഉറപ്പുവരുത്തണം? ആളുകൾ പേഷ്യൻസിന്റെ ഹെൽത്ത്
സമയത്ത് സേഫ്റ്റി ഉറപ്പുവരുത്തണം, ക്വാളിറ്റി ഉറപ്പുവരുത്തണം, അവർക്ക് കൊടുക്കുന്ന സാധന സാമഗ്രികളുടെ ക്വാളിറ്റി ഉറപ്പുവരുത്തണം. പിന്നെ എന്താണ് അതർ ലീഗൽ നീഡ്സ്, എല്ലാവിധ നിയമപരമായിട്ടുള്ള റെഗുലേഷൻസും നമ്മൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, അതായത് നമ്മളിപ്പോ മെറ്റീരിയൽസും മറ്റൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസുകളൊക്കെ ഉണ്ട് അല്ലെ, അതെല്ലാം കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്നുള്ളതും ഉറപ്പുവരുത്തണം. ഓക്കെ, പിന്നെന്താ പറയുന്നത്, overseeing any large procurement that may happen. Overseeing any large procurement that may happen. അതായത് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന വലിയൊരളവിലൊക്കെ നമുക്ക് വാങ്ങിച്ച് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, സ്റ്റോറൊക്കെ ചെയ്ത് ലാർജ് ക്വാണ്ടിറ്റിയിലൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട മെറ്റീരിയൽസുകളൊക്കെ വരുവാണെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് മുൻകൂട്ടി കണക്കാക്കി അതിന് വേണ്ട മേൽനോട്ടം വഹിക്കാം. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമുക്ക് ചില മെറ്റീരിയൽസുകൾ എന്ത് ചെയ്യേണ്ടി വരും, കൂടുതൽ എമൗണ്ടിലൊക്കെ നമുക്ക് വാങ്ങിച്ച് പ്രൊക്യൂർ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ, സ്റ്റോർ ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. അങ്ങനെയൊക്കെ ഭാവിയിൽ വന്നേക്കാവുന്ന ആ ഒരു പ്രൊക്യൂർമെന്റ് വലിയ അളവിലൊക്കെ നമുക്ക് വാങ്ങി സംഭരിക്കേണ്ടി വരുന്ന മെറ്റീരിയൽസുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പറ്റി കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കണക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് അതിന് വേണ്ട മേൽനോട്ടം വഹിക്കുക. ഓക്കെ, അതാണ് പർച്ചേസിംഗ് മാനേജറിന്റെ മറ്റൊരു റെസ്പോൺസിബിലിറ്റി. ലാസ്റ്റ് എന്താ പറയുന്നത്, ലിസോൺ ആണ്. ലിസോൺ എന്ന് പറഞ്ഞാൽ എന്താ, റിലേഷൻഷിപ്പ് എന്നർത്ഥം കേട്ടോ, ബന്ധം എന്നുള്ള അർത്ഥമാണ്. അതായത് കമ്മ്യൂണിക്കേഷൻ ഓർ കോപ്പറേഷൻ വിച്ച് മേക്സ് ഇറ്റ് ഈസി ഫോർ എ ക്ലോസ് വർക്കിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പീപ്പിൾ അല്ലെ. എന്നാലോചിച്ച് നോക്കിയേ, ഒരു പർച്ചേസിംഗ് മാനേജർ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരുപാട് ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന വ്യക്തിയാണ് അല്ലെ. ഒരു പർച്ചേസിംഗ് മാനേജർ എന്ന് പറയുമ്പോൾ അവര് പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് അവർക്ക് കണക്ഷൻ ഉണ്ടായിരിക്കും. കാര്യം അവർക്ക് ആവശ്യം വരുമ്പോൾ അവർ ആരെ അറിയിക്കുക, പർച്ചേസിംഗ് മാനേജറെ അറിയിക്കും. അതുപോലെ തന്നെ പർച്ചേസിംഗ് മാനേജർ ആരുമായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്, സപ്ലയേഴ്സ് ആയിട്ട് ഡീൽ ചെയ്യുന്നുണ്ട് അല്ലെ. ചുരുക്കി പറഞ്ഞാൽ ഒരു പർച്ചേസിംഗ് മാനേജർ നല്ല കമ്മ്യൂണിക്കേഷനിലൂടെ, നല്ല കോപ്പറേഷനിലൂടെ, കോർഡിനേഷനിലൂടെ ആളുകളുമായിട്ട് എന്ത് വേണം, നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കണം. യൂസർ ഡിപ്പാർട്ട്മെന്റുകളായിക്കോട്ടെ, മറ്റുള്ള സപ്ലയേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരുമായിട്ട് നല്ല ആശയവിനിമയത്തിലൂടെയും നല്ല സഹകരണത്തോടെയും എന്ത് ബിൽഡപ്പ് ചെയ്തെടുക്കണം, നല്ലൊരു ലിസോൺ, നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തെടുക്കണം, ബിൽഡപ്പ് ചെയ്തെടുക്കണം കേട്ടോ. ഇത്രയാണ് ഒരു പർച്ചേസിംഗ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? എല്ലാ പോയിന്റും ഓക്കെ ആണോ? നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായോ? ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. അപ്പൊ അത്രയും നോക്കിയിട്ട് കേട്ടാ. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഭയങ്കര ബോറിംഗ് ആണ് ഈ ചാപ്റ്റർ, പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനത്തെ ഒരു ചാപ്റ്റർ ആണ്, ഇത് ചെയ്യാനാണ്. ഓക്കെ, ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പർച്ചേസിംഗ് ക്ലർക്ക് ഓർ അസിസ്റ്റൻസ് ആണ് കേട്ടോ. ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പർച്ചേസിംഗ് ക്ലർക്ക് ഓർ അസിസ്റ്റൻസ്. അതായത് പർച്ചേസിംഗ് മാനേജർ റെസ്പോൺസിബിലിറ്റി പഠിച്ചല്ലോ. ഇനി അടുത്ത ആളുടെ നോക്കാം നമുക്ക് കേട്ടോ. ആരെന്നറിയോ, പർച്ചേസിംഗ് അസിസ്റ്റന്റ്. ഇനി ഒരു അസിസ്റ്റ് ചെയ്യുന്ന ആളുണ്ടാവുമല്ലോ, ആളുടെ ജോലിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പർച്ചേസിംഗ് ക്ലർക്ക് ഓർ അസിസ്റ്റന്റ് കേട്ടോ. പർച്ചേസിംഗ് ക്ലർക്ക് അഥവാ പർച്ചേസിംഗ് അസിസ്റ്റന്റിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഓക്കെ, ദ പർച്ചേസിംഗ് ക്ലർക്ക് അണ്ടർടേക്ക് ഡേ ടു ഡേ വർക്ക്. ശരിക്കും പറഞ്ഞാൽ ഒരു പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന ഡേ ടു ഡേ വർക്കുകൾ ഉണ്ടല്ലോ, ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം തന്നെ എന്താ പറയാ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിക്കും ആരാണ്, പർച്ചേസിംഗ് ക്ലർക്കുകളാണ്, അല്ലെങ്കിൽ പർച്ചേസിംഗ് അസിസ്റ്റൻസ് ആണ്. അവരാണ് അവിടെ നിന്ന് ശരിക്കും ഫുൾ ടൈം ത്രൂ ഔട്ട് പ്രവർത്തിക്കുന്നത്. ആരാണ് അവരാണ് കേട്ടോ. അവരുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, കളക്ട് ആൻഡ് നർച്ചർ purchase orders and purchase requisitions so as to order the materials, goods and supplies. അതായത് നമ്മൾ ഈ പറയുന്ന മെറ്റീരിയൽസുകൾ, ഗുഡ്സ്, മറ്റ് സാധന സാമഗ്രികളൊക്കെ വാങ്ങുന്നതിനായിട്ട് കൃത്യമായിട്ട് നമ്മൾ പർച്ചേസ് ഓർഡറുകളും പർച്ചേസ് റിക്വസിഷൻസുകളൊക്കെ കളക്ട് ചെയ്യാം. ഓക്കെ, കളക്ട് ചെയ്ത് അതിന് നല്ല രീതിയിൽ മെർജ് ചെയ്യാം കേട്ടോ. എന്താ ഉദ്ദേശിക്കുന്നത്, അതായത് സാധനങ്ങളും ഗുഡ്സ് ആൻഡ് സപ്ലൈസ് ഒക്കെ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോ യൂസർ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നായിക്കോട്ടെ, അവരിൽ നിന്നൊക്കെ കൃത്യം യൂസർ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും അതുപോലെ സപ്ലൈറിലേക്കൊക്കെ കൃത്യമായിട്ട് പർച്ചേസ് ഓർഡറുകളും പർച്ചേസ് റിക്വസിഷൻസ് ഒക്കെ കളക്ട് ചെയ്യാം. കളക്ട് ചെയ്ത് അതെല്ലാം തന്നെ ഗ്യാദർ ചെയ്ത് വെക്കാം. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഡെലിവർ ദം ടു ദ സപ്ലയേഴ്സ് അല്ലെ. അത് കൃത്യമായിട്ട് ആർക്ക് കൈമാറാം, സപ്ലയേഴ്സിന് കൈമാറാം അല്ലെ. നമുക്ക് ഇതിന്റെ സാധനങ്ങൾ വേണം, റിക്വസിഷനും എല്ലാം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, അത് ഡെലിവർ ദം ടു ദ സപ്ലയേഴ്സ് അല്ലെ, സപ്ലയേഴ്സിലേക്ക് കൊടുക്കാം. ഓക്കെ, സപ്ലയേഴ്സിന് അത് കൈമാറുക.
പിന്നെന്താണ് റിഫ്രഷ് സ്റ്റോക്ക് ആൻഡ് ഓർഡർ ആസ് റിക്വയർഡ്. എന്താണ് റിഫ്രഷ് സ്റ്റോക്ക് ആൻഡ് ഓർഡർ ആസ് റിക്വയർഡ്? നമ്മൾ സ്റ്റോക്ക് കൃത്യമായിട്ട് പുതുക്കിയിട്ട് സ്റ്റോക്ക് പുതുക്കിക്കൊണ്ട് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നത്. നമ്മൾ സ്റ്റോക്കിനെ പറ്റി അടുത്തത് സ്റ്റോക്കിനെ പറ്റിയാണ് പഠിക്കുന്നത് കേട്ടോ. സ്റ്റോക്ക് പുതുക്കുക, നമ്മൾ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുമ്പോൾ ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അപ്പൊ ഉപയോഗിക്കുന്നതിനനുസരിച്ച് സ്റ്റോക്ക് കുറയും. അപ്പൊ നമ്മൾ സാധനങ്ങൾ കൃത്യമായിട്ട് സമയത്ത് ഓർഡർ ചെയ്ത് വെക്കണം അല്ലെ. ഓക്കെ, അപ്പൊ അതാണ് റിഫ്രഷ്. സ്റ്റോക്ക് പുതുക്കിക്കൊണ്ട് ആവശ്യത്തിനനുസരിച്ച് ഓർഡർ കൊടുക്കുക കേട്ടോ, സാധനങ്ങൾക്ക് വേണ്ട ഓർഡറുകൾ കൊടുക്കുക. പിന്നെന്താണ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ സപ്ലയേഴ്സ് എന്നാണ് കേട്ടോ. സപ്ലൈസേഴ്സ് എന്നല്ല, സപ്ലയർ എന്നാണ് കേട്ടോ. സപ്ലയർ വിതരണക്കാര്. കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ സപ്ലയേഴ്സ് ഓൺ എ ഡെയിലി ബേസിസ്. ദിവസേന സപ്ലയേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ഓർഡർ കൊടുത്താൽ മാത്രം പോരാ, കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യണം അല്ലെ. സപ്ലയേഴ്സുമായിട്ട് ദിവസേന നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെല്ലാം പർച്ചേസിംഗിലൊക്കെ എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെന്താണ് സ്ക്രൂട്ടിനൈസ് ഡെലിവറീസ് എഗെയിൻസ്റ്റ് ദ ഓർഡേഴ്സ് കേട്ടോ. അതായത് കൃത്യമായിട്ടുള്ള ഓർഡറിനനുസരിച്ചുകൊണ്ട് ഡെലിവറി നടത്താം. ഓർഡർ കൊടുത്തുകൊണ്ട് കൃത്യമായിട്ടുള്ള ഓർഡർ ഉറപ്പുവരുത്തിക്കൊണ്ട് ഓർഡറിനനുസരിച്ച് വിതരണം നടത്തുക കേട്ടോ. എന്താണ് ടെക്സ്റ്റിൽ സപ്ലയർ എന്നാണ് അല്ലെ. ഇവിടെ അല്ലേ കമ്മ്യൂണിക്കേറ്റ് വിത്ത് സപ്ലയർ, അതാണ് പറഞ്ഞത്. സപ്ലൈസേഴ്സ് അല്ല, സപ്ലയർ എന്നാണ് വരിക കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നു, അതായത് സപ്ലയർ എന്നാണ് വിതരണക്കാർ. സപ്ലയർമാരുമായിട്ട് ദിവസേന കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, നിങ്ങളുടെ കറക്റ്റ് ആണ്, എന്റെ പീഡിയയിൽ തെറ്റാണ് കേട്ടോ. ഓക്കെ, പിന്നെന്താണ് സ്ക്രൂട്ടിനൈസ് ഡെലിവറീസ് അഗെയിൻസ്റ്റ് ദ ഓർഡേഴ്സ് കേട്ടോ. കൃത്യമായിട്ടുള്ള ഓർഡറിനനുസരിച്ച് കൊണ്ട് വിതരണം നടത്താം. പിന്നെന്താണ് ട്രേസ് ദ സ്റ്റാറ്റസ് ഓഫ് എനി ഓൾഡർ അല്ല കേട്ടോ, ഓർഡർ എന്നാണ്. ഓർഡർ എന്നല്ലേ നിങ്ങളുടെ കയ്യിൽ എടുക്കുന്നത്. ട്രേസ് ദ സ്റ്റാറ്റസ് ഓഫ് എനി ഓർഡർ, ഓർഡർ എന്നല്ലേ എടുക്കുന്നത്. അയ്യോ, ഓൾഡർ എന്നാണോ എടുക്കുന്നത്? അതൊന്ന് തിരുത്തണം കേട്ടോ. ഓർഡർ എന്നാക്കുക. ഓർഡർ പർച്ചേസ് ഓർഡർ ഇല്ലേ, ആ സംഭവം കേട്ടോ. ഓർഡർ ORDER കേട്ടോ. ഓക്കെ, ട്രേസ് ദ സ്റ്റാറ്റസ് ഓഫ് എനി ഓർഡർ. ഏതൊരു ഓർഡറിന്റെയും സ്റ്റാറ്റസ് നമ്മൾ ട്രേസ് ചെയ്യാം, ട്രാക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ഓൺലൈനിലൊക്കെ സാധനങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ അത് ട്രേസ് ചെയ്യാറില്ലേ, എവിടെ വരെ എത്തി, എവിടെ ഷിപ്പിംഗ് ചെയ്തിട്ട് എവിടെ വരെ എത്തി, നമ്മുടെ ഡെലിവറി ഡേറ്റ് ഒക്കെ നമ്മൾ ചെയ്യാറില്ല, നിങ്ങൾ നോക്കാറില്ലേ? നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ നോക്കൂ അല്ലെ, എവിടെ എത്തി, ഏത് സമയത്ത് എത്തി, ഷിപ്പിംഗ് എപ്പോഴായിരുന്നു, ഇന്ന ഡേറ്റിൽ എവിടെ എത്തും എന്നൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ട്രേസ് ചെയ്യാറില്ലേ. അതുപോലെ തന്നെ ട്രേസ് ദ സ്റ്റാറ്റസ് ഓഫ് എനി ഓർഡർ കേട്ടോ. ഏതൊരു ഓർഡർ നമ്മൾ ഓർഡർ കൊടുത്താൽ മാത്രം പോരാ, ആ ഓർഡറിന്റെ സ്റ്റാറ്റസ് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ട്രേസ് ചെയ്യണം, അഥവാ നമ്മൾ ട്രാക്ക് ചെയ്യണം. ആര് ചെയ്യണം? പർച്ചേസിംഗ് ക്ലർക്ക് ചെയ്യണം. ഓക്കെ, പിന്നെന്താണ് ഹാൻഡിൽ വിത്ത് നോൺ സപ്ലൈഡ് ഓർഡേഴ്സ്, അണ്ടർ ഓർഡേഴ്സ്, ഓവർ ഓർഡേഴ്സ് ആൻഡ് ഡാമേജ്ഡ് ഗുഡ്സ്. അതുകൂടാതെ നോൺ സപ്ലൈഡ് ഓർഡേഴ്സ്. നോൺ സപ്ലൈഡ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് പക്ഷെ നമുക്ക് സാധനങ്ങൾ കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ വരിക, അങ്ങനെയൊക്കെ സംഭവിക്കാലോ. ഓർഡർ കൊടുത്തു, സാധനം നമുക്ക് ലഭിച്ചിട്ടില്ല. അങ്ങനെയുള്ള നോൺ സപ്ലൈഡ് ഓർഡേഴ്സ്. അതുപോലെ അണ്ടർ ഓർഡർ. അണ്ടർ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെസ് ക്വാണ്ടിറ്റി ദാൻ ഓർഡേർഡ് അല്ലെ. ലെസ് ക്വാണ്ടിറ്റി ദാൻ ഓർഡേർഡ്, നമ്മൾ ഓർഡർ ചെയ്തതിനേക്കാൾ കുറഞ്ഞ അളവിൽ നമുക്ക് സാധനങ്ങൾ ലഭിക്കാം അല്ലെ. അതുപോലെ തന്നെയാണ് ഓവർ ഓർഡർ. ഓവർ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മോർ ക്വാണ്ടിറ്റി ദാൻ ഓർഡേർഡ്, നമ്മൾ ഓർഡർ ചെയ്തതിനേക്കാൾ കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് വരിക. ഓക്കെ, അങ്ങനെയൊക്കെ സംഭവിക്കാം. അതുപോലെ ഡാമേജ്ഡ് ഗുഡ്സ്, നമുക്ക് വരുന്ന ഗുഡ്സ് മെറ്റീരിയൽസ് ആണെങ്കിൽ ചിലപ്പോൾ ഡാമേജ് ആവാം, എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടാവാം അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫോർമാലിറ്റീസ് ഉണ്ടാവാം, അതൊക്കെ സംഭവിക്കാലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ശരിയായ രീതിയിൽ എന്ത് ചെയ്യാം, ഹാൻഡിൽ ചെയ്യാം, ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാം. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഹാൻഡിൽ വിത്ത് നോൺ സപ്ലൈഡ് ഓർഡേഴ്സ്, അണ്ടർ ഓർഡേഴ്സ്, ഓവർ ഓർഡേഴ്സ് ആൻഡ് ഡാമേജ്ഡ് ഗുഡ്സ്. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്? മേക്ക് ഷുവർ ദാറ്റ് എനി ഇൻവോയ്സസ് ആർ സെൻഡ് ടു അക്കൗണ്ട്സ് ഫോർ ദ പേയ്മെന്റ്. അതുപോലെ തന്നെ ഒരു പർച്ചേസിംഗ് ക്ലർക്ക്, അസിസ്റ്റന്റ്, അദ്ദേഹം എന്ത് ഉറപ്പുവരുത്തണം? എല്ലാ ഇൻവോയ്സസും, ഇൻവോയ്സ് എന്ന് പറഞ്ഞ ബില്ലാണ് കേട്ടോ. ഓക്കെ, എല്ലാ ബില്ലുകളും കൃത്യമായിട്ട് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലോട്ട് പേയ്മെന്റിനായിട്ട് പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതും പർച്ചേസിംഗ് ക്ലർക്കിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. സാധനങ്ങൾ വാങ്ങൽ മാത്രമല്ലല്ലോ, കൃത്യമായിട്ട് പേയ്മെന്റ് നടത്തണം അല്ലെ. പേയ്മെന്റ് നടത്തുന്നത് അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റിലൂടെ നമുക്ക് അറിയാമല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ബില്ലുകളും കൃത്യമായിട്ട് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലോട്ട് പോകുന്നുണ്ട്, പേയ്മെന്റിന് വേണ്ടി പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. പിന്നെന്താണ്? ജനറേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ഓൾ റിപ്പോർട്ട്സ്. ഈ പർച്ചേസിംഗ് സംബന്ധമായിട്ടുള്ള എല്ലാ റിപ്പോർട്ടുകളും കൃത്യമായിട്ട് ജനറേറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ. നമ്മൾ പർച്ചേസ് ഓർഡർ എടുക്കുന്ന
കൊടുക്കുന്നതും പർച്ചേസ് റിക്വസിഷൻ കൊടുക്കുന്നതും ഓർഡർ കൊടുക്കുന്നതും സാധനങ്ങൾ വാങ്ങുന്നതുമായിട്ടുള്ള ഒരു പർച്ചേസിംഗുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ടുകളും കൃത്യമായിട്ട് ജനറേറ്റ് ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? പർച്ചേസിംഗ് ക്ലർക്ക് അഥവാ അസിസ്റ്റന്റിന്. ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായോ? അവരുടെ റെസ്പോൺസിബിലിറ്റി ഒക്കെയാണോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കൂ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് സ്റ്റോക്ക് കൺട്രോൾ ആണ് കേട്ടോ. സ്റ്റോക്ക് കൺട്രോൾ അഥവാ ഇൻവെന്ററി കൺട്രോൾ. ഞാൻ നേരത്തെ പറഞ്ഞു, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സ്റ്റോക്കിനെ പറ്റിയാണ് പറഞ്ഞത് അല്ലെ. ഓക്കെ, സ്റ്റോക്ക് കൺട്രോൾ ഓർ ഇൻവെന്ററി കൺട്രോൾ. ഇൻവെന്ററി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഇൻവെന്ററിയിൽ കേട്ടാൽ അതിന്റെ അർത്ഥം സ്റ്റോക്ക് എന്നാണ് കേട്ടോ. കോമേഴ്സ് പഠിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയുന്നുണ്ടോ? ഓക്കെ, അപ്പൊ സ്റ്റോക്ക് കൺട്രോൾ അഥവാ ഇൻവെന്ററി കൺട്രോളിനെ പറ്റിയാണ് ഇനി നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കാം. എന്താണ് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നത്? സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ പറയുന്നുണ്ട്, വാട്ട്, വെൻ, ഹൗ മച്ച് ടു ഓർഡർ, ഹൗ മച്ച് ടു സ്റ്റോർ ടു മേക്ക് ദ പർച്ചേസിംഗ് ആൻഡ് സ്റ്റോറേജ് എക്സ്പെൻസ് അറ്റ് മിനിമം ഈസ് കോൾഡ് ഇൻവെന്ററി കൺട്രോൾ. അണ്ടർലൈൻ ചെയ്ത് വെക്കാട്ടോ. ഇതൊരു നല്ലൊരു കറക്റ്റ് ഡെഫിനിഷൻ പറയാൻ പറ്റില്ല. എന്താണ് പറയുന്നത്? വാട്ട്, വെൻ, ഹൗ മച്ച് ടു ഓർഡർ ആൻഡ് ഹൗ മച്ച് ടു സ്റ്റോർ to make the purchasing and storage expense at minimum is called the inventory control. Okay, അതായത് what means എന്താണ്? Identify the material to be ordered. അല്ലെ, സ്റ്റോക്ക് ചെയ്യേണ്ട മെറ്റീരിയൽ എന്താണ്? എന്ത് മെറ്റീരിയൽ ആണ് നമ്മൾ സ്റ്റോക്ക് ചെയ്യേണ്ടത്? അതാണ് ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത് അല്ലെ. അതാണ് വാട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. വാട്ട് മെറ്റീരിയൽ ടു ബി സ്റ്റോക്ക് അല്ലെ, എന്ത് മെറ്റീരിയൽ ആണ് നമുക്ക് സ്റ്റോക്ക് ചെയ്യേണ്ടത് എന്നത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാം. അതുപോലെ വെൻ, എപ്പോഴാണ് നമ്മൾ അത് സ്റ്റോക്ക് ചെയ്യേണ്ടത്? സ്റ്റോക്ക് ഒക്കെ ചെയ്യുന്നതിന് അതിൻ്റെതായൊരു സമയവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലൊക്കെ വരുന്നുണ്ട്. എപ്പോഴാണ് സ്റ്റോക്ക് ചെയ്യേണ്ടത്? ഹൗ മച്ച് ടു ഓർഡർ, എത്ര, ഹൗ മച്ച് ടു ഓർഡർ എന്ന് വെച്ചാൽ എത്ര ക്വാണ്ടിറ്റി നമ്മൾ ഓർഡർ ചെയ്യണം. അതായത് ഒരു ഒപ്റ്റിമം ക്വാണ്ടിറ്റി ആണ് നമ്മൾ ഓർഡർ ചെയ്യേണ്ടത് അല്ലെ. അതെ, ഒരു ഒപ്റ്റിമം ക്വാണ്ടിറ്റി ആണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത്. അതുപോലെ ഹൗ മച്ച് ടു സ്റ്റോർ ടു മേക്ക് ദ പർച്ചേസിംഗ് ആൻഡ് സ്റ്റോറേജ് എക്സ്പെൻസ് അറ്റ് മിനിമം, നമ്മൾ എത്ര അളവില് സ്റ്റോർ ചെയ്ത് വെക്കണം. അത് എങ്ങനെ? പരമാവധി ചെലവ് കുറച്ചുകൊണ്ട് അല്ലെ, പരമാവധി എക്സ്പെൻസ് മിനിമം കുറച്ചുകൊണ്ട് നമ്മൾ എത്ര അളവില് സാധനങ്ങൾ വാങ്ങണം, എത്ര അളവില് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കണം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ് ആണിത് ഇൻവെന്ററി കൺട്രോൾ അഥവാ സ്റ്റോക്ക് കൺട്രോൾ. കുറച്ചുകൂടെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് മാനേജിങ് ആൻഡ് റെഗുലേറ്റിംഗ് the quantity of goods, materials or product that are held in stock by an organization. അതായത് ഒരു ഓർഗനൈസേഷനില് സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ്, അതുപോലെ തന്നെ ഗുഡ്സ്, പ്രോഡക്റ്റുകള്, അതിന്റെ ക്വാണ്ടിറ്റി അല്ലെ, അതിന്റെ അളവ് നമ്മൾ മാനേജ് ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സ് അല്ലെ. ശരിക്കും പറഞ്ഞാൽ സാധനങ്ങൾ എങ്ങനെ സ്റ്റോക്ക് ചെയ്യണം, എത്ര അളവിൽ സ്റ്റോക്ക് ചെയ്യണം, എപ്പോൾ നമ്മൾ ഏത് സമയത്താണ് ഇത് സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ടത്, സ്റ്റോക്ക് ചെയ്യേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, അതും എങ്ങനെ പരമാവധി മിനിമം പോസിബിൾ കോസ്റ്റ്, പരമാവധി ചെലവ് കുറച്ചുകൊണ്ട് ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻവെന്ററി കൺട്രോൾ അഥവാ സ്റ്റോക്ക് കൺട്രോൾ എന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കിയേ, ഇറ്റ് ഈസ് എ ഡിവൈസ് ഓഫ് മാനേജ്മെന്റ് which is used to sustain an economic investment in materials and the products for the objective of obtaining a maximum financial return. അതായത് സ്റ്റോക്ക് കൺട്രോൾ അഥവാ ഇൻവെന്ററി കൺട്രോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് മെറ്റീരിയൽ മാനേജ്മെന്റിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ പറയാ ഒരു ഡിവൈസ് ടൂളാണ് എന്ത് സ്റ്റോക്ക് കൺട്രോൾ അഥവാ ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. കാര്യം അവിടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, പരമാവധി എന്താണ് കോസ്റ്റ് റിഡ്യൂസ് ചെയ്തുകൊണ്ട് എന്നാൽ നമുക്ക് മാക്സിമം ഫിനാൻഷ്യൽ റിട്ടേൺസ് ഉണ്ടാവുന്ന തരത്തില് നമ്മൾ എന്ത് ചെയ്യണം, സാധനങ്ങളുടെ സ്റ്റോക്ക് നിലനിർത്തണം. അതാണ് സ്റ്റോക്ക് കൺട്രോളിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മൾ എന്തിനെങ്ങനെ സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്? പരമാവധി കുറവ് ചെലവിൽ അല്ലെ, പരമാവധി ചെലവ് കുറച്ച് എന്നാൽ നമുക്ക് മാക്സിമം ഫിനാൻഷ്യൽ റിട്ടേൺസ് കിട്ടുകയാണ് അല്ലെ. അതേ രീതിയിലാണ് നമ്മൾ സ്റ്റോക്ക് നിലനിർത്തേണ്ടത്. ഓക്കെ, അതാണ് അതിന്റെ ലക്ഷ്യം. സ്റ്റോക്ക് കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് കേട്ടോ.
ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി അടുത്തതാണ് ഗോൾസ് ഓഫ് ഇൻവെന്ററി കൺട്രോൾ കേട്ടോ, അഥവാ സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുന്നതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്. ഒരു ലക്ഷ്യം നമ്മൾ പറഞ്ഞു. ഓക്കെ, എന്തൊക്കെ ലക്ഷ്യങ്ങളാണെന്നുള്ളത് ഒരു 4 പോയിന്റുകളായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, പ്രൊവൈഡ് സപ്ലൈസ് അവൈലബിൾ വെൻ നീഡഡ് ടു മെയിൻറ്റെയിൻ ദ കോൺസ്റ്റന്റ് ഓപ്പറേഷൻ. എന്താണ് പ്രൊവൈഡ് സപ്ലൈസ് അവൈലബിൾ വെൻ നീഡഡ് ടു മെയിൻറ്റെയിൻ ദ കോൺസ്റ്റന്റ് ഓപ്പറേഷൻ, അതായത് ഒരു സ്ഥിരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സപ്ലൈസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോക്ക് നിലനിർത്തുന്നത്. എന്താണ് അവിടെ പറഞ്ഞത്? അതായത് പ്രവർത്തനങ്ങൾ നമുക്കറിയാം. നമ്മൾ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടില്ല എന്ന് വിചാരിക്കേ, നമ്മുടെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾക്ക് എന്ത് സംഭവിക്കും? ബ്ലോക്ക് വരും അല്ലെ? സാധനങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ നമുക്ക് തടസ്സം വന്നു കഴിഞ്ഞാൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അതാണ് അവരോട് പറയുന്നത് കോൺസ്റ്റന്റ് ഓപ്പറേഷൻ. അതായത് സ്ഥിരമായിട്ടൊരു ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള് സ്ഥിരമായിട്ട് നിലനിർത്താൻ വെച്ചാൽ ആ പ്രവർത്തനങ്ങൾക്ക് ഒരിക്കലും തടസ്സം വരുത്താത്ത രീതിയിൽ ആവശ്യമുള്ള സമയത്ത് സാധനങ്ങൾ നമുക്ക് സപ്ലൈ ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം? അതിന്റെ സ്റ്റോക്ക് ഉണ്ടായിരിക്കണം അല്ലെ? അതാണ് അവിടെ പറയുന്നത്, പ്രൊവൈഡ് സപ്ലൈസ് അവൈലബിൾ വെൻ നീഡഡ് ടു മെയിൻറ്റെയിൻ ദ കോൺസ്റ്റന്റ് ഓപ്പറേഷൻ. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ടു ഹാവ് എ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് വെൻ റിക്വയർഡ് ത്രൂ റിഡക്ഷൻ ഓർ പർച്ചേസ്. To have a stock of goods. To have a stock of goods എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻറ്റെയിൻ ദ ഒപ്റ്റിമം ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക് എന്ന് അർത്ഥമാണ് കേട്ടോ. മെയിൻറ്റെയിൻ ഒപ്റ്റിമൽ ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക്, അതായത് കൃത്യമായ ഒരു മിതമായ അളവിൽ നമ്മൾ സ്റ്റോക്ക് നിലനിർത്തണം. എങ്ങനെ നിലനിർത്തണം? ദാറ്റ് ഈസ് ത്രൂ റിഡക്ഷൻ ഓർ പർച്ചേസ്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവർ സ്റ്റോക്കിംഗ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓവറായിട്ട് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെക്കരുത് അല്ലെ? അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ച് നഷ്ടമാണ് നമുക്ക് അല്ലെ? അപ്പൊ ഓവർ ആയിട്ടുള്ള സ്റ്റോക്കിങ്ങിനെ റിഡ്യൂസ് ചെയ്തുകൊണ്ടും അതുപോലെ പർച്ചേസ് ആവശ്യത്തിന് മാത്രം പർച്ചേസ് ചെയ്തുകൊണ്ടും നമ്മൾ എന്ത് ചെയ്യാം? ഒരു ഒപ്റ്റിമം ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക് നമ്മൾ നിലനിർത്തും. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം കേട്ടോ. ടു ഹാവ് എ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് വെൻ റിക്വയർഡ് ത്രൂ റിഡക്ഷൻ ഓർ പർച്ചേസ് എന്ന് വെച്ചാൽ നമ്മൾ റിഡക്ഷൻ മീൻസ് എന്ത് റെഡ്യൂസ് ചെയ്യാം? ഓവർ സ്റ്റോക്കിംഗ് റെഡ്യൂസ് ചെയ്യാം. ഓവറായിട്ട് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെക്കരുത്. അങ്ങനെ കുറച്ചും കൊണ്ട് അതിന്റെ ആവശ്യത്തിന് മാത്രമേ നമ്മൾ പർച്ചേസ് ചെയ്യാം. തോന്നി കാര്യങ്ങൾക്ക് ഓടിപ്പോയി പർച്ചേസ് ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ മാത്രം നമ്മൾ പർച്ചേസ് ചെയ്യും. ആ രീതിയിൽ നമ്മൾ ഒപ്റ്റിമം ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക് നിലനിർത്തുക. ഓക്കെ, പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്താണ്? റീറ്റെയിൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അറ്റ് ദ മിനിമം ലെവൽ പോസിബിൾ. റീറ്റെയിൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അറ്റ് ദ മിനിമം ലെവൽ പോസിബിൾ. അതായത് നമ്മളിപ്പോ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് അതിനൊരു കോസ്റ്റ് വേണ്ടി വരും. അതായത് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് മാത്രമല്ല, നമുക്കത് സ്റ്റോർ ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതിനും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും നമുക്ക് ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമായിട്ട് വരും അല്ലെ? അപ്പൊ ആ ഒരു മൂലധന നിക്ഷേപം ഏറ്റവും കുറഞ്ഞ ലെവലിൽ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ പരമാവധി കുറഞ്ഞ നിക്ഷേപം എടുക്കുക. വലിയൊരളവ് ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റോക്ക് ചെയ്യാണ്ട് നമ്മളൊരു മിനിമം എന്താ പറയാ ലെവലില് എന്താ പറയാ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാനായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ക്യാപിറ്റൽ നമ്മൾ കണക്കാക്കിയാൽ മതി. അങ്ങനെ ചെയ്യുമ്പോഴത്തെ ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് എക്സ്ട്രാ വരുന്ന ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകൾ നമുക്ക് മറ്റു പല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചൂടെ? മറ്റു പല കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഫിനാൻഷ്യൽ ലോസിനുള്ള ചാൻസ് കുറവാണ് അല്ലെ? ഫിനാൻഷ്യൽ റിസ്ക് കുറവാണ്. പിന്നെ നമുക്ക് ആ ഒരു ഓർഗനൈസേഷനിലോട്ട് വരുന്ന ക്യാഷ് ഫ്ലോ നമുക്ക് കുറെ കൂടെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ? അതായത് നമ്മൾ സ്റ്റോക്ക് ചെയ്യാനായിട്ട് വലിയൊരു എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പരമാവധി മിനിമം പോസിബിൾ ലെവലില് ആ കോസ്റ്റ് നമ്മൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, അതാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള എമൗണ്ട് മറ്റു പല കാര്യങ്ങൾക്ക് നമുക്ക് എടുക്കാം. ഫണ്ട് നമുക്ക് മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. നാലാമത്തെ പോയിന്റ് ഇതാണ്, എസ്റ്റാബ്ലിഷ് ദ കൺട്രോൾസ് ഫോർ ദ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻവെന്ററി. അതായത് എസ്റ്റാബ്ലിഷ് കൺട്രോൾസ് ഫോർ ദ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻവെന്ററി. ശരിക്കും പറഞ്ഞാല് നമ്മുടെ സ്റ്റോക്ക് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവിധ റൂൾസ് ആൻഡ് റെഗുലേഷൻസും സ്ഥാപിക്കേണ്ടതും ഈ പറയുന്ന അതിന്റെ ഒരു ലക്ഷ്യമാണ് കേട്ടോ. അതായത് സ്റ്റോക്ക് ഇൻവെന്ററി സ്റ്റോക്ക് ഡിസ്ട്രിബ്യൂഷൻ ആയിക്കോട്ടെ, സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ, കൃത്യമായിട്ടുള്ള കൺട്രോൾസുകള്, റെഗുലേഷൻസ്, നിയന്ത്രണങ്ങള് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതും സ്റ്റോക്ക് മാനേജ്മെന്റിന്റെ ലക്ഷ്യമാണ്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുന്നതിന്റെ പർപ്പസ് മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത്, ഇഫ് ദർ ഇസ് നോ ഇൻവെന്ററി കൺട്രോൾ there will be no liability, overstocking or understocking of materials
ലോസ് ഓഫ് മെറ്റീരിയൽസ് എക്സെട്ര ആൻഡ് ഇറ്റ് റിലീസസ് എ ലോട്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മൾ പറഞ്ഞു സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുന്നതിന്റെ പർപ്പസ് നമുക്ക് മനസ്സിലായി. ഇവര് പറയുന്നത് ഇഫ് ദർ ഇസ് നോ ഇൻവെന്ററി കൺട്രോൾ, നമ്മൾ അവിടെ സ്റ്റോക്ക് കൺട്രോൾ ഇല്ലാന്ന് വിചാരിക്കും, ഇൻവെന്ററി കൺട്രോൾ ഇല്ല, അതുപോലെ ദർ വിൽ ബി നോ ലയബിലിറ്റി എന്ന് വെച്ചാൽ ദർ ഈസ് നോ വൺ എൽസ് ടു മാനേജ് ദ സ്റ്റോക്ക് മാനേജ് ചെയ്യാനായിട്ട് വേറെ അവിടെ ആളുകളൊന്നും ഇല്ലാന്ന് വിചാരിക്കുക, ലയബിൾ ആയിട്ടുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആരും അവിടെ ഇല്ലാന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന പറയുന്നത് ഓവർ സ്റ്റോക്കിംഗ് ഓർ അണ്ടർ സ്റ്റോക്കിംഗ് ഓഫ് മെറ്റീരിയൽസ്, ലോസ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ഇറ്റ് റിലീസസ് എ ലോട്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഓവർ സ്റ്റോക്കിംഗ് പ്രോബ്ലംസ് വരും. നമുക്ക് കണക്കും കാര്യങ്ങളൊന്നും അറിയാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓവറായിട്ട് ചിലപ്പോൾ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെക്കും. അങ്ങനെ വരാം, അല്ലെങ്കിൽ അണ്ടർ സ്റ്റോക്ക് വരാം. അണ്ടർ സ്റ്റോക്ക് എന്ന് വെച്ചാൽ ആവശ്യത്തിന് പോലും നമുക്ക് സാധനങ്ങൾ കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് വരാം. അതായത് സ്റ്റോക്ക് ഔട്ട് ആയി പോവാം, നമുക്ക് ആവശ്യമുള്ള സമയത്ത് സാധനങ്ങൾ കിട്ടാത്ത ഒരവസ്ഥ വരാം, അല്ലെ? അതാണ് അണ്ടർ സ്റ്റോക്കിംഗ് അഥവാ സ്റ്റോക്ക് ഔട്ട് ആവുന്ന കേസസ് വരാം. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ലോസ് ഓഫ് മെറ്റീരിയൽസ്, ഓവറായിട്ട് നമ്മൾ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണെന്ന് വിചാരിക്കും, ഒരുപാട് മെറ്റീരിയൽസ് നഷ്ടപ്പെട്ടു പോലെ നമ്മൾ ഓവറായിട്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ച് എന്ത് സംഭവിക്കും? ഒന്ന് നമുക്ക് ഫിനാൻഷ്യലി നമ്മൾ നഷ്ടത്തിലാവും, മറ്റൊന്ന് എന്താന്ന് വെച്ചാൽ സാധനങ്ങൾ ഓവറായിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കുമ്പോൾ സ്റ്റോളൻ തെഫ്റ്റിനുള്ള ചാൻസ് ഉണ്ട്, അല്ലെ? കളവിനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒബ്സോളസൻസിനുള്ള ചാൻസ് ഉണ്ട്, അല്ലെ? ഒരുപാട് വാങ്ങിച്ചു വെച്ച് ചിലപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയി പോയി എന്ത് ചെയ്യും? നഷ്ടമല്ലേ നമുക്ക്? ഔട്ട്ഡേറ്റഡ് ആയി പോകും, അല്ലെ? അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നഷ്ടങ്ങൾ വരും, അല്ലെ? അതാണ് അവർ പറയുന്നത്. ഓക്കെ, ഇറ്റ് റിലീസസ് എ ലോട്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അതുമൂലം നമുക്ക് നല്ലൊരു എന്താ പറയാ ക്യാപിറ്റൽ നമ്മുടെ നഷ്ടപ്പെടും. ഓക്കെ, എന്തില്ലെങ്കിൽ ഇൻവെന്ററി കൺട്രോൾ ഇല്ലാണ്ട്. ഓക്കെ, അപ്പൊ ഇനി അടുത്തതൊന്ന് നോക്കാം കേട്ടോ. അടുത്തത് നോക്കണം, അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, ഇത്രയും മതി. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് റിസർവ് സ്റ്റോക്ക് എന്താണ്, റീഓർഡർ ലെവൽ എന്താണെന്ന് നമുക്ക് പറയാനുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, ഇത് 28 ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. സ്റ്റോക്ക് കൺട്രോൾ ഒന്നുകൂടെ പറയൂ. എന്താണ് സ്റ്റോക്ക് കൺട്രോളിന്റെ ഒന്നുകൂടെ പറയൂ. സ്റ്റോക്ക് കൺട്രോൾ ആണോ? ഇൻവെന്ററി കൺട്രോൾ അല്ലെ? അതായത് സ്റ്റോക്ക് കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മള് കൃത്യമായിട്ടുള്ള, അതായത് നമ്മളൊരു ഹോസ്പിറ്റലില് എന്താണ് ആവശ്യമുള്ള മെറ്റീരിയലുകള് അതുപോലെ തന്നെ പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ക്വാണ്ടിറ്റി കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റോക്ക് കൺട്രോൾ എന്ന് പറയാം. ഓക്കെ, മനസ്സിലായോ? അതായത് വാട്ട് വെൻ ഹൗ മച്ച് ടു ഓർഡർ, നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കണം, എപ്പോ സ്റ്റോക്ക് ചെയ്ത് വെക്കണം, എത്ര അളവിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കണം, അതും എത്രയാണ് പരമാവധി മിനിമം പോസിബിൾ കോസ്റ്റ് എന്ന് വെച്ചാൽ പരമാവധി ചെലവ് കുറച്ചുകൊണ്ട് നമുക്ക് എത്ര അളവിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കണം എന്നതിനെ പറ്റിയുള്ള ഒരു ഇതാണ് ഇൻവെന്ററി കൺട്രോൾ. സ്റ്റോക്ക് കൺട്രോൾ ചെയ്ത് വെക്കാം എന്ന് വെച്ചാൽ ഓവർ സ്റ്റോക്ക് ആവാനും പാടില്ല, അണ്ടർ സ്റ്റോക്ക് ആവാനും പാടില്ല. അതേ രീതിയിൽ വേണം നമ്മുടെ സാധനങ്ങൾ വാങ്ങി വെക്കാനായിട്ട്. ഓക്കെ, മനസ്സിലായോ? നമ്മളെ ഫാർമസി പഠിച്ചില്ലേ? ഫാർമസി ഞാനല്ലേ നിങ്ങൾക്ക് എടുത്തത്. ഫാർമസിയിൽ നമ്മൾ ഇന്റൻഡിങ് പഠിച്ചപ്പോ ഓവർ സ്റ്റോക്കിംഗ് അണ്ടർ സ്റ്റോക്കിങ്ങിനൊക്കെ പറ്റി പറഞ്ഞത് ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക്? നമ്മൾ സാധനങ്ങൾ ഒരുപാടായിട്ട് ഓവറായിട്ട് മേടിച്ചു വെക്കാനും പാടില്ല, അത് തീരെ സ്റ്റോക്ക് കുറഞ്ഞു പോകാനും പാടില്ല, അല്ലെ? സ്റ്റോക്ക് കുറഞ്ഞു പോയ ആവശ്യത്തിന് പോലും നമുക്ക് സാധനങ്ങൾ കിട്ടില്ല. ഓവറായിട്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ അതുപോലെ ഒരുപാട് നഷ്ടം വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു മിതമായിട്ടുള്ള അളവിൽ വേണം നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ, അല്ലെ? ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ഇൻവെന്ററി എന്ന് വെച്ചാൽ സ്റ്റോക്ക് കൺട്രോൾ കേട്ടോ. ഓക്കെ, മനസ്സിലായോ? പരമാവധി ചെലവ് കുറച്ച് എന്നാൽ നമുക്ക് മാക്സിമം ഫിനാൻഷ്യൽ റിട്ടേൺസ് ഉണ്ടാവുന്ന തരത്തില് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റോക്ക് നിലനിർത്തണം. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായോ? മനസ്സിലാകാൻ നേരം ചേച്ചിയുടെ കൊച്ചൊക്കെ അറിയായിരുന്നു, അപ്പൊ ഞാൻ കേട്ടില്ല. എന്താണ് ക്ലർക്ക് ഡെലിവർ സപ്ലൈ സ്കീംസ്? അതായത് നമ്മൾ പർച്ചേസ് റിക്വസിഷൻ ഒക്കെ കിട്ടില്ലേ? യൂസർ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് മെറ്റീരിയൽസ് ആവശ്യപ്പെട്ടുകൊണ്ട് പർച്ചേസ് റിക്വസിഷൻ വരും. ആർക്ക് വരും? പർച്ചേസിംഗ് ക്ലർക്കിന് വരും. ക്ലർക്ക് എന്ത് ചെയ്യണം? സപ്ലൈസിനെ അറിയിക്കണത്. അവർക്ക് മെറ്റീരിയൽസ് വാങ്ങിച്ചു കൊടുക്കണം. അപ്പൊ എന്ത് വേണം? സപ്ലൈസിലേക്ക് ഓർഡർ കൊടുക്കണം, അല്ലെ? പർച്ചേസിംഗ് ഓർഡർക്ക് ആർക്ക് കൊടുക്കണം? സപ്ലൈസിന് കൊടുക്കണം. അതാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായോ? അതിനൊന്ന് മനസ്സിലായോ? നമുക്ക് റിക്വസ്റ്റ് വന്നു, അവർക്ക് ഇങ്ങനെ മെറ്റീരിയൽസ് വേണമെന്ന് പറഞ്ഞിട്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിക്വസിഷൻ വന്നു. ആർക്ക് വരും? പർച്ചേസിംഗ് ക്ലർക്കിന്റെ കയ്യിലോട്ട് വരും. ക്ലർക്ക് എന്ത് ചെയ്യണം? ആ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കണ്ട. അപ്പൊ എന്ത് ചെയ്യണം? പർച്ചേസ് ഓർഡർ ആർക്ക് കൊടുക്കണം? സപ്ലൈസിന് കൈമാറണം, അല്ലെ? ഇന്ന മെറ്റീരിയൽ വേണമെന്ന് പറഞ്ഞിട്ട്
സപ്ലൈസിനോട് അത് കൊടുക്കണം, അല്ലെ, ആ ഓർഡർ കൈമാറണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ വേറെ ഡൗട്ട്സുകളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നല്ലപോലെ വായിച്ച് മനസ്സിലാക്കി വെക്കുക. മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുന്നോട്ടോ, എനിക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. മൊഡ്യൂൾ എക്സാം കഴിഞ്ഞ് ചിലപ്പോൾ മിക്കവാറും മോഡൽ എക്സാം ഒന്നും ഉണ്ടാകുന്നത്, നേരിട്ട് മെയിൻ എക്സാമിലോട്ട് കടക്കും. ഓക്കെ, ഞാൻ പറയുന്ന മുഴുവൻ തർക്കമില്ല, ചിലപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ വരാട്ടോ. എങ്കിലും നിങ്ങൾ കിട്ടുന്ന സമയത്ത് കുറച്ച് വായിക്കാൻ സമയം കണ്ടെത്തണം കേട്ടോ. അവസാനം വിഷയത്തേക്ക് വായിക്കാൻ വെക്കരുത്, നമുക്ക് ബുദ്ധിമുട്ട് വരും കേട്ടോ. അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് വൈകിട്ട് കേട്ടോ, നെക്സ്റ്റ് ക്ലാസ്സിൽ. താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു മാം.